AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിശബ്ദരായിട്ട് പണിയെടുക്കുന്ന കുറേ ആത്മസുഹൃത്തുക്കളുണ്ട് നമുക്ക്. നമ്മൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനം ഒന്ന് നിർത്തിയാൽ നമ്മൾ ഇവിടെ അവസാനിക്കും, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കും. അപ്പോൾ മറ്റാരുമല്ല നമ്മുടെ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളായ ഹൃദയവും ശ്വാസകോശവും ആമാശയവും തലച്ചോറൊക്കെയാണ് നമ്മുടെ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശമാണ്. നമ്മൾ ശ്വാസം മുട്ടുമ്പോഴല്ലാണ്ട് നമ്മളെപ്പോഴാണ് ശ്വാസത്തെക്കുറിച്ച്, നമ്മൾ ശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ച് കാണില്ല. അപ്പോൾ നമ്മുടെ ശ്വസനത്തിലൂടെയാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. നമ്മൾക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവൻ അവിടെ നിലനിൽക്കുന്നില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ജീവികൾക്കും ഫുഡ് അത്യാവശ്യമാണ്, അല്ലേ? ഓരോ ജീവിക്കനുസരിച്ചും ഫുഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ ജീവികൾക്കും ഒരേപോലെയാണോ ഫുഡ്? അല്ല. ഓൾ ലിവിങ് ഓർഗാനിസംസ് നീഡ് ഫുഡ്. ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ഫുഡ് വേരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. അപ്പോൾ എല്ലാ ജീവികളിലും അവർ കഴിക്കുന്ന ആഹാരം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ജീവികളുടെയും അവർ കഴിക്കുന്ന ഫുഡിനെയും നമ്മൾ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. ഓർഗാനിസം, ഫുഡ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെ ഫുഡുകൾ നോക്കുക, അവർ കഴിക്കുന്നത് വ്യത്യാസമുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൗ, ഗ്രാസ്, ഹേ, അതൊക്കെയാണ് കഴിക്കുന്നത്. അതായത് പുല്ല്, വൈക്കോല്, അതൊക്കെയാണ് കൗ കഴിക്കുന്നത്, പശുക്കൾ. ഗോട്ട് എന്താണ്? ഗ്രാസ്, ലീവ്സ്, ബനാന പീൽ. ക്യാറ്റ് എന്താണ്? മൈസ്, സ്ക്വിറൽ, കൊക്കോച്ച്, റൈസ്. ബെയർ എന്താണ്? ഹണി, ഫ്രൂട്ട്, നട്ട്സ്. റാബിറ്റ് ആണെങ്കിൽ ഗ്രാസ്, ലീവ്സ്, ക്യാരറ്റ്, ട്യൂബേഴ്സ് തുടങ്ങിയവയൊക്കെ. പിന്നെ ഹ്യൂമൺ എന്താണ്? നമ്മൾ മനുഷ്യന്മാർ റൈസ്, ട്യൂബേഴ്സ്, ഫ്രൂട്ട്, മീറ്റ്, എഗ്, ഫിഷ്, ഇതൊക്കെയാണ് മനുഷ്യന്മാർ കഴിക്കുന്നത്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങുകൾ എന്നാണ് കേട്ടോ അർത്ഥം. അടുത്ത സ്ക്വിറൽ എന്താ കഴിക്കുന്നത്? ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ട്യൂബേഴ്സ്. പിന്നെ ടൈഗർ എന്താ കഴിക്കുന്നത്? ടൈഗർ ഡിയർ, വൈൽഡ് ബോർ, കൗസ്, ബഫല്ലോ, ക്രൊക്കോഡൈൽ. അതുപോലെ തന്നെ എലിഫൻ്റ് എന്താ കഴിക്കണേ? ഗ്രാസ്, ഫ്രൂട്ട്സ്, ബാംബൂ ലീവ്സ്, ബാർക്ക് ഓഫ് ട്രീസ്. ഇതൊക്കെയാണ് എലിഫൻ്റ് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ജീവികൾ എക്സ്ട്രാ നമ്മൾ കണ്ടു. ഇനി നിങ്ങൾക്കറിയാവുന്ന കുറേ ജീവികളുണ്ടല്ലോ. അപ്പോൾ ആ ജീവികളുടെ പേര് എഴുതിയിട്ട് അവർ കഴിക്കുന്ന ഫുഡും നിങ്ങളിതുപോലെ പട്ടികയൊക്കെ ഇതുപോലെ ടേബിളൊക്കെ വരച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറേ ഓർഗാനിസത്തിലെ കുറേ ജീവികളെ നമ്മൾ കണ്ടു, ഇല്ലേ? ഈ ജീവികളെ മൂന്ന് വിഭാഗത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇവരെല്ലാവരും പലതരം ഫുഡുകളല്ലേ കഴിക്കുന്നത്. ചിലവരിതിൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവരുണ്ടാവും, ചിലവരിതിൽ മീറ്റ് മാത്രം കഴിക്കുന്നവരുണ്ടാവും, ചിലവർ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവരെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: ഹെർബിവോസ്, കാർണിവോസ്, ഒംനിവോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹെർബിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈറ്റ് പ്ലാന്റ്സ് ഓൺലി. അവർ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവരാണ്, സസ്യബുക്കുകളാണ്, സസ്യം മാത്രം കഴിക്കുന്നവരെയാണ് ഹെർബിവോസ് എന്ന് പറയുന്നത്. അതിലാരൊക്കെയാണ് നമ്മൾ കണ്ടത്? കൗ, ഗോട്ട്, ബെയർ, റാബിറ്റ്, സ്ക്വിറൽ, എലിഫൻ്റ്, ഹോഴ്സ്. ഇവരൊക്കെ എന്താണ്? ഹെർബിവോസ് ആണ്. അതായത് അവർ പ്ലാന്റ് മാത്രമാണ് കഴിക്കുന്നത്, ഈറ്റ് പ്ലാന്റ്സ് ഓൺലി. ഇനി അടുത്ത് ഏതാണ്? കാർണിവോസ് എന്ന് പറയും. കാർണിവോസ്. ഓക്കെ, കാർണിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർന്ന് തിന്നുക, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കാർന്ന് തിന്നുക, കാർണിവോസ്. ദ ഈറ്റ് മീറ്റ് ഓൺലി. അവർ മീറ്റ് മാത്രമാണ് കഴിക്കുന്നത്. ഏതൊക്കെയാണ്? ക്യാറ്റ്, ടൈഗർ, ഫോക്സ്, ലയൺ, അങ്ങനത്തെ കുറച്ച്
ജീവികളാണ് കാർണിവോസ്, മീറ്റ് മാത്രം കഴിക്കുന്നവർ. ഹെർബിവോസ് പഠിക്കാൻ എളുപ്പമാണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔഷധ സസ്യങ്ങൾ, ഹെർബ്സ്, പ്ലാന്റ്സ് എന്നുള്ള വിഭാഗത്തിൽ പെട്ടതാണ് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ. ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്. കാർണിവോസ്, കാർന്ന് തിന്ന, കാർണിവോസ്. അപ്പോൾ അവർ മീറ്റ് ഓൺലി ആണ്. ഒംനിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽസ് രണ്ടിനെയും കഴിക്കുന്നവരാണ് ആര്? ഒംനിവോസ്. മനുഷ്യന്മാർ, നമ്മൾ എന്താണ്? ഒംനിവോറാണ്. നമ്മൾ പ്ലാന്റ് സസ്യങ്ങളും കഴിക്കും, നമ്മൾ എന്ത് കഴിക്കും? മീറ്റും കഴിക്കും അല്ലേ? അപ്പോൾ ഒംനിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള എക്സാമ്പിളാണ് ഹ്യൂമൺ, പിഗ്, ചിക്കൻ, ക്രോ. ഇവരൊക്കെ എന്താണ്? ഒംനിവോസ് ആണ്. അവർ ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇപ്പം നമ്മൾ ജീവികളുടെ അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തരംതിരിച്ചു അല്ലേ? 3 തരംതിരിച്ചു. ഏതൊക്കെയാണ്? സസ്യാഹാരികൾ, ഹെർബിവോസ്, മാംസാഹാരികൾ കാർണിവോസ്, മിശ്രാഹാരികൾ ഒംനിവോസ് അല്ലേ? അങ്ങനെ 3 തരംതിരിച്ചു. അപ്പോൾ ഈ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അവയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? അവർ ആഹാരം കഴിക്കുന്നുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് അത് പ്രയോജനമാവുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ടല്ലേ അവർ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അവയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരാണെന്ത്? ന്യൂട്രീഷൻ അഥവാ പോഷണം എന്ന് പറയുന്നത്. മനസ്സിലായോ? Nutrition is the process by which organisms obtain and utilize food. Nutrition is the process by which organisms obtain and utilize food. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അവയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരാണെന്ത്? ന്യൂട്രീഷൻ അഥവാ പോഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോഷണത്തിന് 5 ഘട്ടങ്ങളുണ്ട്. 5 സ്റ്റേജസ് ഉണ്ട്. 5 സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ. 5 ഘട്ടങ്ങളാണ് പോഷണത്തിന് ഉള്ളത്. പോഷണത്തിന്റെ 5 ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇൻജഷൻ, ടേക്കിംഗ് ഓഫ് ഫുഡ്, അതായത് ആഹാര സ്വീകരണം, അതിനെയാണ് പറയുന്നത് ഇൻജഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡൈജഷൻ, അതായത് ദഹനം എന്ന് പറയുന്നത്. പിന്നെന്താ? അബ്സോർപ്ഷൻ, എന്താണ്? ആഗീരണം. പിന്നത്തെ ഏതാണ്? അസിമിലേഷൻ അഥവാ എന്താണ്? സ്വാംശീകരണം. അവസാനത്തെ ഏതാണ്? ഇജഷൻ, റിമൂവൽ ഓഫ് വേസ്റ്റ്, അതായത് എന്താണ്? വിസർജനം. അതായത് അതിനെ എന്ത് ചെയ്യുക? ഔട്ട് ചെയ്യുക, റിമൂവ് ചെയ്യുക, വേസ്റ്റിനെ റിമൂവ് ചെയ്യുക. ഇതാണ് 5 സ്റ്റേജസ് ന്യൂട്രീഷന്റെ അല്ലെങ്കിൽ പോഷണത്തിന്റെ 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻജഷൻ ഫസ്റ്റ് സ്റ്റേജ്, ആഹാര സ്വീകരണം. ഡൈജഷൻ എന്ന് പറയുന്ന ദഹനം. അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ആഗീരണം. നെക്സ്റ്റ് അസിമിലേഷൻ എന്ന് പറഞ്ഞ സ്വാംശീകരണം. അവസാനത്തെ ഇജഷൻ, റിമൂവൽ ഓഫ് ഫുഡ്, റിമൂവൽ ഓഫ് വേസ്റ്റ്, എന്താണ്? വിസർജനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആഹാര സ്വീകരണം, ഇൻജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് പറയുന്നത്? ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. എന്താണ്? ആഹാരം എത്തുന്നത് എവിടെയാണ്? മൗത്തിലാണ്. എവിടെയാണ്? വായിലാണ് ആഹാരം ആദ്യം എത്തുന്നത്. ഇനി എന്തൊക്കെയാണ് വായിൽ വെച്ചിട്ട് നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ചേഞ്ചസ് ദാറ്റ് ഫുഡ് അണ്ടർഗോസ് ഇൻ ദ മൗത്ത്. എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വായിലെത്തുമ്പോൾ ആഹാരത്തിന് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ ഉണ്ടാവുന്നത്? ഫുഡ് മിക്സസ് വിത്ത് സലൈവ. അതായത് നമ്മുടെ ഫുഡ്, നമ്മുടെ ആഹാരം ഉമിനീരുമായിട്ട് കലരുന്നു. ഫസ്റ്റ് എന്താണ്? നമ്മുടെ മൗത്തിലേക്ക് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീരുമായിട്ട് ഫസ്റ്റ് കലരുകയാണ് ചെയ്യുന്നത്. The food mixes with the saliva. Next എന്താണ്? The teeth grinds and crushes the food. അതായത് എന്തുണ്ടാവുന്നത്? അതായത് ആഹാരം ചവച്ചരയ്ക്കപ്പെടുന്നു. ആഹാരം നമ്മുടെ ടീത്ത് ഉപയോഗിച്ചിട്ട് ചവച്ചരയ്ക്കപ്പെടുന്നു. നെക്സ്റ്റ് എന്താണ്? We get the taste of food. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആഹാരത്തിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുന്നു. പിന്നീട് എന്തുണ്ടാവുന്നത്? സം ഫുഡ് ഫാക്ടേഴ്സ് അണ്ടർഗോ ലിറ്റിൽ ഡൈജഷൻ. അതായത് ചില ആഹാര ഘടകങ്ങൾ
ചില ആഹാരഘടകങ്ങൾക്ക് അല്പം ദഹനം ഉണ്ടാവുന്നു. എല്ലാ ആഹാരഘടകങ്ങളും അല്ല, ചില ആഹാരഘടകങ്ങൾക്ക് അല്പം ദഹനം ഉണ്ടാവുന്നു. ഇതാണ് വായിൽ വെച്ചിട്ട് ആഹാരത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ. ഇനി നമ്മുടെ ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ റോൾസ് ഓഫ് ദി ലിപ്സ്, ടങ് ആൻഡ് ടീത്ത് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ? എന്താണ് ഈ ലിപ്സ് അല്ലെങ്കിൽ ടങ്, ടീത്ത് ഇവരൊക്കെ നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് വഹിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാണ്? ലിപ്സ് ആണ് അല്ലേ. നമ്മുടെ ചുണ്ട് എന്താ ചെയ്യണേ നമുക്ക് നോക്കാം. ലിപ്സ് ഹോൾഡ് ദ ഫുഡ് വിത്തൗട്ട് ഫോളിങ് ഔട്ട് ഓഫ് ദി മൗത്ത്. എന്ത് ചെയ്യുന്നത്? അതായത് ഭക്ഷണം വായിൽ നിന്നും പുറത്തേക്ക് പോകാതെ സഹായിക്കുന്നു. ലിപ്സ് അല്ലെങ്കിൽ ചുണ്ട് എന്താ ചെയ്യണേ? ഭക്ഷണം വായിൽ നിന്ന് പുറത്തു പോകാതെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തു പോകാതെ അത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടച്ചു പിടിക്കുക. ചുണ്ട് നമ്മളെ നാക്കില്ലേ, അപ്പോൾ ഭക്ഷണം വായിൽ നിന്നും പുറത്തു പോകാതെ അത് സഹായിക്കുന്നുണ്ട് ചുണ്ട്. ലിപ്സ് ഹോൾഡ് ദ ഫുഡ് വിത്തൗട്ട് ഫോളിങ് ഔട്ട് ഓഫ് ദി മൗത്ത്. നെക്സ്റ്റ് എന്താണ്? ടങ് ആണ്. ടങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാക്കാണ് അല്ലേ. നാക്ക് എന്താ ചെയ്യുന്നത്? മൂവ്സ് ഫുഡ് ഇൻ ദ മൗത്ത്. എന്താ ചെയ്യുന്നത്? വായ്ക്കുള്ളിൽ ഭക്ഷണം ആവശ്യാനുസരണം നീക്കിയിട്ട് എന്താ ചെയ്യണേ? ഹെൽപ്സ് ടു കീപ് ഫുഡ് ബിറ്റ്വീൻ ദ ടീത്ത്. അതായത് ടീത്തിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഫുഡിനെ എത്തിക്കുന്നു. എവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്? ആവശ്യാനുസരണം എന്താ ചെയ്യുന്നത്? ഫുഡ് വായ്ക്കുള്ളിൽ ഭക്ഷണം ആവശ്യാനുസരണം നീക്കിയിട്ട് ഭക്ഷണത്തെ എവിടേക്ക് എത്തുന്നു? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് ടീത്തിൻ്റെ ഇടയിലേക്ക്, പല്ലുകൾക്കിടയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ നാവ്. പിന്നെന്താ ചെയ്യുന്നത്? ഭക്ഷണം വിഴുങ്ങാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ടു സ്വാലോ ഫുഡ്. ഹെൽപ്സ് ടു സ്വാലോ ഫുഡ്. അതായത് ഭക്ഷണം വിഴുങ്ങാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഏതാണ്? ടീത്ത് ആണ് അല്ലേ. ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പല്ലാണ്. പല്ല് എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. അതായത് ച്യൂ ഫുഡ്. അതായത് ആഹാരം കടിച്ചു മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല്ലുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ടീത്ത് ഹെൽപ്സ് ടു ടിയർ ഫുഡ്. അതായത് ആഹാരം കടിച്ചു കീറുന്നതിന് നമ്മളെ പല്ല് സഹായിക്കുന്നുണ്ട്. ടീത്ത് ഹെൽപ്സ് ടു കട്ട് ഫുഡ്. അതായത് ആഹാരം ചവച്ചരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? നമ്മുടെ പല്ലുകൾ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ്, നെക്സ്റ്റ് ആണ് ഇതാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതായത് ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഉപരിതലത്തിലെ ഒരു പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ കണ്ടോ ഇനാമൽ? അതായത് നമ്മുടെ പല്ലിൻ്റെ അല്ലെ നമ്മുടെ ടീത്തിൻ്റെ മുകളിലത്തെ ഉപരിതലത്തിലെ ഒരു പാളിയാണ് എന്തെന്ന് പറയുന്നത്? ഇനാമൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ. ഭയങ്കര കട്ടിയുള്ള ഒരു ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം ഏതാണ്? ഇനാമലാണ്. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി ടൂത്ത്. അത് നമ്മുടെ പല്ലിലെ ഏറ്റവും ഉപരിതലത്തിലെ പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അതായത് ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ചെറിയ വൺ വേർഡിന് വേണ്ടിയിട്ട് അത് ചോദിക്കട്ടെ, എന്താണ് ഇനാമൽ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള കാഠിന്യമുള്ള ഭാഗം ഏതാണ്? പല്ലിൻ്റെ ഉപരിതലത്തിലെ പാളി ഏതാണ്? അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അത് ഒന്ന് മനസ്സിലോർത്ത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആഹാര സ്വീകരണത്തിലെ ചുണ്ട്, നാക്ക്, അതുപോലെ തന്നെ പല്ലുകൾ എന്തൊക്കെ പങ്കാ വഹിക്കണേ എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുകളെ കുറിച്ചാണ്. ഇപ്പോൾ പല്ലുകൾ എന്തിനാണ്? പല്ലിൻ്റെ ധർമ്മം എന്താണ്? ടീത്ത്സ് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഓർ ച്യൂ ഫുഡ്. ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം ചവച്ചരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല്ലുകൾ നിർവഹിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത്. ഇനാമൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ടീത്ത് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ചെറിയ കുട്ടികളിൽ
വരുന്നൊരു ടീത്തുണ്ട്, ഒരു മെച്യൂർ ആയിട്ടുള്ള ആൾക്ക് ഉള്ള ഒരു ടീത്തുണ്ട്. അതായത് ചെറിയ കുട്ടികൾക്ക് പാൽപ്പല്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, മിൽക്ക് ടീത്ത് എന്ന് പറയും, അതായത് പാൽപ്പല്ല്. അതായത് these teeth starts to appear when an infant is 6 months old. അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് 6 മാസം പ്രായമാകുമ്പോൾ മുളയ്ക്കാൻ തുടങ്ങുന്ന പല്ലുകളാണെന്ത്, പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്പർ ഓഫ് മിൽക്ക് ടീത്ത് 20, അപ്പർ 10 ആൻഡ് ലോവർ 10. അതായത് നമ്മുടെ പാൽപ്പല്ലുകൾ എത്ര എണ്ണം ആകെ ഉണ്ടാവും? 20 എണ്ണാണുള്ളത്. മുകളിൽ 10 എണ്ണം, താഴെയും 10 എണ്ണമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. മിൽക്ക് ടീത്ത് സ്റ്റാർട്ട്സ് ടു ഫോൾ ഓഫ് വെൻ ദ ചൈൽഡ് ഈസ് അബൌട്ട് 6 years old. അതായത് ഈ പാൽപ്പല്ലുകൾ കുട്ടിക്ക് ഒരു 6 വയസ്സാകുമ്പോൾ പാൽപ്പല്ലുകളൊക്കെ കൊഴിയാൻ ആരംഭിക്കും, കൊഴിഞ്ഞു തുടങ്ങും. 6 വയസ്സാകുമ്പോഴേക്കൊക്കെ ആ പല്ലുകൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ദ ഇൻസിസേഴ്സ് ഫോൾ ഓഫ് ഫസ്റ്റ്. അതായത് ഇൻസിസേഴ്സ് എന്ന് പറയുന്ന പല്ല്, അതായത് ഉളിപ്പല്ലുകളാണ് ഏറ്റവും ആദ്യം കൊഴിഞ്ഞു പോവുക എന്നാണ് പറയുന്നത്. പാൽപ്പല്ലിൽ ഏതാണ്? ഉളിപ്പല്ലുകളാണ് ഏറ്റവും ആദ്യം കൊഴിഞ്ഞു പോവുക. എന്നിട്ട് ഈ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് എന്തെന്ന് സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ടീത്ത് വരുന്നത്. പെർമനന്റ് ടീത്ത് നമുക്ക് നോക്കാം. പെർമനന്റ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ടീത്ത് സ്റ്റാർട്ട്സ് ടു അപ്പിയർ വെൻ ദ മിൽക്ക് ടീത്ത് ഫോൾ ഓഫ്. അതായത് മിൽക്ക് ടീത്ത്, പാൽപ്പല്ലുകൾ പറഞ്ഞു പോയതിനു ശേഷം വരുന്ന പല്ലുകളാണ് ഇത് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്, സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇഫ് പെർമനന്റ് ടീത്ത് ഈസ് ബ്രേക്ക് ഓർ ഫോൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ദർ പ്ലേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാൽപ്പല്ലുകളാണ് കൊഴിഞ്ഞു പോവുക. ആ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടീത്ത്, പെർമനന്റ് ടീത്ത് വരും. ഇപ്പോൾ പെർമനന്റ് ടീത്ത് വന്നതിന് ശേഷം അത് പൊട്ടോ അതല്ലെങ്കിൽ മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അവിടുന്ന് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ടീത്ത് പിന്നീട് വരില്ല. അപ്പോൾ പെർമനന്റ് ടീത്ത് പിന്നീട് വരില്ല. പാൽപ്പല്ലാണെങ്കിൽ കൊഴിഞ്ഞു പോയാൽ ഫസ്റ്റ് വരും. ഓക്കെ, അത് ചെറിയ കുട്ടികൾക്കാണ് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ പിന്നീട് ഗ്രോ ആവുക. എന്നാൽ പെർമനന്റ് ടീത്ത് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ എന്താ പറയുക, ബ്രേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പല്ല് ആ സ്ഥാനത്ത് വരില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വായിൽ കുറേ പല്ലുകളുണ്ട്. അത് ഏതൊക്കെ തരം പല്ലുകളാണെന്ന് നമുക്കറിയും. അതായത് നമ്മുടെ വായിൽ ഡിഫറെൻറ്റ് ടൈപ്സ് പല്ലുകളുണ്ട്. ഓരോ പല്ലിനും ഓരോരോ ധർമ്മങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പല്ലുകളെ കുറിച്ച് നോക്കാം. പ്രായപൂർത്തിയായ അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകൾ, അവയുടെ സ്ഥാനം, എണ്ണം, ഉപയോഗം എന്നിവയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ തരം പല്ലുകളാണുള്ളത്? മോളാസ്, പ്രീമോളാസ്, കെനൈൻസ്, ഇൻസിസേഴ്സ്. ഇങ്ങനെ 4 തരം പല്ലുകളാണ് നമ്മുടെ വായിലുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം ഇൻസിസർ എന്ന് പറയുന്നത്. ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളിപ്പല്ല് എന്നാണ് പറയുന്നത്. 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്, 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. അതായത് മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. അപ്പം മൊത്തം എത്ര പല്ലാണ് ഉള്ളത്? 8 പല്ലാണ് ഉളിപ്പല്ല് ഉള്ളത്, അതായത് ഇൻസിസേഴ്സ് ഉള്ളത്. ഓക്കെ, എന്താണ് അതിൻ്റെ യൂസ്? ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉളിപ്പല്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് കെനൈൻ എന്ന് പറയുന്നത്, കോമ്പല്ല്. ഓക്കെ, എവിടെയാണ് കെനൈൻ കാണുന്നത്? 4 canines adjacent to the incisors on both sides, 2 in the upper and 2 in the lower jaws. അതായത് ഉളിപ്പല്ലുകളുടെ സമീപത്ത് ഇരുവശങ്ങളിലുമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? നമ്മുടെ കോമ്പല്ല് കാണപ്പെടുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് എത്ര പല്ലുകളുണ്ട്? 2 പല്ലുകൾ വീതമുള്ളത്. മൊത്തം എത്രയാണ്? 4 ഉള്ളത്. അപ്പോൾ അതെന്തിനാണ്? അതിൻ്റെ യൂസ് എന്താണ്? ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്. ആഹാരം കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ കോമ്പല്ല് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രീമോളാർ എന്ന് പറയുന്നത്, അതായത് അഗ്ര ചർവണകം എന്ന് പറയുന്നത്. അതായത് പ്രീമോളാർ 8 പ്രീമോളാർസ് adjacent to canines, 2 on both sides and in the upper and lower jaws. അതായത് കോമ്പല്ലിന്റെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് 4 പല്ലുകളുണ്ട്. അപ്പോൾ മൊത്തം എത്രയാണ്?
8 പല്ലുകളാണുള്ളത്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചർവണകം യൂസ് ചെയ്യുന്നത്, അതായത് പ്രീമോളാർ പല്ലുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മോളാർ പല്ലുകൾ, അതായത് ചർവണകം എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? 12 molar teeth near the premolars on both sides of the at the back, 6 in the upper jaw and 6 in the lower jaw. ഓക്കെ, അതായത് മൊത്തം 12 എണ്ണം ഉള്ളത് ആകെ. ഓക്കെ, മുകളിലും താഴെയുമായി ഏറ്റവും പിന്നിലും 6 പല്ലുകൾ വീതം, മുകളിലും താഴെയുമായിട്ട് ഏറ്റവും പിന്നിലാണ് ഉള്ളത്. അപ്പോൾ മുകളിലും താഴെയായിട്ട് ഏറ്റവും പിന്നിൽ 6 പല്ലുകൾ വീതമാണുള്ളത്. അപ്പോൾ മൊത്തം എത്രയാണ്? 12 പല്ലുകൾ. അതെന്താണ്? അതിൻ്റെ യൂസ് എന്താണ്? ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്, അതായത് ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മോളാഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല്ലുകൾ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചേക്കും കേട്ടോ. നമ്മൾ മോളാറെന്നും പറഞ്ഞു, പ്രീ മോളാറെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ജനറിക് നെയിം മോളാറിനെയും പ്രീ മോളാറിനെയും കൂടിയിട്ടുള്ള ജനറിക് നെയിം എന്താണ് പറയുന്നത്? മോളാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മോളാസിനെയും പ്രീ മോളാസിനെയും ജനറിക്കായിട്ട് പറയുന്നത് എന്താണ്? മോളാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. നെക്സ്റ്റ്, ഇവിടെ ഒരു 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ബിലോ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ ദ കാർണിവോസ് ആൻഡ് ഹെർബിവോസ് അനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ദി ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദ ഫുഡ് ഹാബിറ്റ്സ്. അതായത് ഇവിടെ മാംസാഹാരികളും സസ്യാഹാരികളും ആയിട്ടുള്ള ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകതകൾ അവയുടെ ആഹാര രീതിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്ന് നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ 2 എണ്ണമുണ്ട്, കാർണിവോസ് ഉണ്ട്, ഹെർബിവോസ് ഉണ്ട്. കാർണിവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ദേ ഈറ്റ് മീറ്റ് ഓൺലി. ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ ദേ ഈറ്റ് പ്ലാന്റ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ അതാണ് കാർണിവോസും ഹെർബിവോസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ കാർണിവോസിൽ ഇപ്പോൾ ആരുടെയാണ്? കടുവയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? The canines of carnivores are much developed and strong. They help in holding the prey and tearing flesh. അതായത് കാർണിവോസിൻ്റെ ടീത്ത് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. അതായത് മാംസാഹാരികളാണ് ഈ കാർണിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അവരുടെ ടീത്തുകളുടെ പ്രത്യേകത? അതായത് മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വലുതും ബലിഷ്ഠവുമാണ്. ഇവ ഇരയെ പിടിച്ചു വെക്കുന്നതിനും മാംസം കടിച്ചു കീറുന്നതിനും സഹായിക്കുന്നു. അവർ 2 കോമ്പല്ലുകൾ കണ്ടു, കെനൈൻസ്. അതാണ് ആ 2 കോമ്പല്ലുകൾ. ആ കോമ്പല്ലുകൾ എന്തിനാണ്? അതായത് ഇരയെ, അതായത് അവരുടെ കെനൈൻസ് അല്ലെങ്കിൽ അവരുടെ ആ കോമ്പല്ലുകൾ എന്തിനാ? അത് ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ കെനൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇരേനെ ഹോൾഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഫ്ലഷ്, അതായത് ഇറച്ചിയൊക്കെ കടിച്ചു കയറുന്നതിന് വേണ്ടിയിട്ടാണ് മാംസാരികളുടെ ആ പല്ലുകൾ അത്രയും നല്ല വലുതുമാണ്, അത്രയും ഭയങ്കര സ്ട്രോങ്ങും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതിനൊക്കെ അവരുടെ പല്ലുകൾ സഹായിക്കുന്നുണ്ട്, ഈ കനൈൻസ്, ഈ കോമ്പല്ലുകൾ സഹായിക്കുന്നുണ്ട്. ഹെർബിവോസിൻ്റെ പല്ലുകളുടെ പ്രത്യേകത നമുക്ക് നോക്കാം. അവരുടെ പല്ലുകൾ ഏതാണ്? അതായത് ഹെർബിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യാഹാരികൾ. ദ ഇൻസിസേഴ്സ് ഇൻ ദ ഹെർബിവോസ് ഹെൽപ്സ് ടു ബൈറ്റ്, കട്ട് ആൻഡ് ടിയർ ഫുഡ്. മോർ ഓവർ ദ മോളാസ് ആൻഡ് പ്രീമോളാസ് ഹെൽപ്പ് ടു ച്യൂ ഓർ മാസ്റ്റിക്കേറ്റ് ഫുഡ്. അതായത് ഹെർബിവോസിനെ ആണെങ്കിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നുണ്ട്. അവരുടെ ഉളിപ്പല്ലുകളാണ് അവരുടെ സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത്. അതുകൂടാതെ അണപ്പല്ലുകൾ ആഹാരം നല്ലവണ്ണം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അണപ്പല്ലുകൾ ഉണ്ടല്ലോ, അണപ്പല്ലുകൾ ഫുഡ് ചവച്ചരയ്ക്കുന്നതിന്, അതായത് മോളാസ് ആൻഡ് പ്രീമോളാസ് ച്യൂ ചെയ്യാൻ വേണ്ടി, ച്യൂ ആൻഡ് മാസ്റ്റിക്കേറ്റ് ഫുഡ്, അതായത് നല്ലവണ്ണം ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഉളിപ്പല്ലുകൾ എന്തിനാണ് സഹായിക്കുന്നത്? കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. കട്ട് ആൻഡ് ടിയർ ഫുഡ്, ഇൻസിസേഴ്സ് കട്ട് ആൻഡ് ടിയർ ഫുഡ്. അതാണ് ഹെർബിവോസിൻ്റെ പല്ലുകളുടെ പ്രത്യേകത. കാർണിവോസിൻ്റെ മെയിൻ പല്ല് ഏതാണ്? കെനൈൻസ് ആണ്. അല്ലെങ്കിൽ ഏതാണ്? കെനൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പല്ല്. സസ്യാഹാരികൾ അല്ലെങ്കിൽ ഹെർബിവോസിന് ഏതാണ്? ഇൻസിസേഴ്സും അതുപോലെ തന്നെ മോളാസും പ്രീമോളാസും. ഇതാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പല്ലുകൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂത്ത് ഡീക്കേ ആണ്, അതായത് ദന്തക്ഷയം എന്ന് പറയും. പല്ലുകൾ കേടുവരുന്ന അവസ്ഥയാണ് ഈ ദന്തക്ഷയം അഥവാ ടൂത്ത് ഡീക്കേ എന്ന് പറയുന്നത്. പല ആളുകളുടെയും പല്ലുകൾ കേടുവരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ പല്ല് കേടുവരുന്നുണ്ട്, എങ്ങനെയാണ് കേടുവരുന്നത് എന്ന് നമുക്കൊരു പരീക്ഷണത്തിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് എയിം എഴുതാം. എയിം എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡീക്കേസ്, എങ്ങനെയാണ് നമ്മുടെ പല്ല് കേടുവരുന്നത് എന്ന് കണ്ടെത്തുക. എന്തൊക്കെ തിങ്സ് ആണ് വേണ്ടത്? തിങ്സ് നീഡഡ്: എ സ്മോൾ പീസ് ഓഫ് മാർബിൾ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബീക്കർ, ഹാൻഡ് ലെൻസ്. നെക്സ്റ്റ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. എക്സാമിൻ ദ പീസ് ഓഫ് മാർബിൾ വിത്ത് ഹാൻഡ് ലെൻസ്, ദെൻ പ്ലേസ് ദ മാർബിൾ പീസ് ഇൻ ദ ബീക്കർ, pour hydrochloric acid into the beaker so that the marble is completely under the acid. Kept the beaker on the table, waited for 2 hours, then took the marble piece out of the acid and examined it with the hand lens. ഫസ്റ്റ് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മാർബിളിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഫസ്റ്റ് ഒന്ന് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് നോക്കാം. അതിനുശേഷം ഒരു ബീക്കർ എടുത്തിട്ട് അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ മാർബിൾ കഷ്ണം ഇട്ട് വെക്കുക. ഒരു 2-3 മണിക്കൂർ അതിൽ ഇട്ട് വെക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ ആ ബീക്കർ അനങ്ങാതെ മേശപ്പുറത്ത് വെക്കണം കേട്ടോ. നമ്മൾ തട്ടോ തടയോ മേലേക്കോ ആകുമോ ഒന്നും ചെയ്യരുത്. ഓക്കെ, 2.5 മണിക്കൂറിന് ശേഷം ഈ മാർബിൾ കഷ്ണം ആസിഡിൽ നിന്ന് എടുത്തിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് പരിശോധിക്കുക. എന്താണ് നമ്മൾക്ക് അതിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ എന്താണ്? ദ മാർബിൾ സ്റ്റാർട്ടഡ് ടു കൊറോഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് സ്ലോലി. അതായത് മാർബിൾ കഷ്ണം ദ്രവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? നിഗമനം എന്താണ്? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്റ്റഡ് വിത്ത് മാർബിൾ. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മാർബിളുമായിട്ട് രാസപ്രവർത്തനം നടക്കുന്നത് വഴിയായിട്ടാണ് എന്ത്? മാർബിൾ കഷ്ണം ദ്രവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഡീക്കേ ചെയ്തതായിട്ട്, അല്ലെങ്കിൽ അത് ഡിസ്ട്രോ ആയിട്ട് കണ്ടത് നമ്മൾ. ഓക്കെ, വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഫറൻസ് വി ഹാവ് അറൈവ്ഡ് അറ്റ് ദ ടൂത്ത് ഡീക്കേ? അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയില്ലേ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന നിഗമനവും ദന്തക്ഷയം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? എങ്ങനെയാണ് അത് ടൂത്ത് ഡീക്കേ ആയിട്ട് അല്ലെങ്കിൽ ബന്ധമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ടൂത്ത് ഇനാമൽ ഈസ് കാൽസ്യം കോമ്പൗണ്ട്. There are bacteria in our mouth. If don't clean the mouth properly after having food, bacteria will feed on the food particles stuck between the teeth and forms lactic acid. This acid reacts with the tooth enamel and corrode the enamel. This causes tooth decay. മനസ്സിലായോ? അതായത് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം സംയുക്തം കൊണ്ടാണ്. കാൽസ്യം കൊണ്ടാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. ആഹാരം കഴിച്ചതിന് ശേഷം വായ് ശരിയായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കും. ഇതിൽ ബാക്ടീരിയ പ്രവർത്തിച്ചിട്ട് അത് എന്തായിട്ട് മാറുക ചെയ്യുന്നത്? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആസിഡ് പല്ലിൽ ഇനാമലായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ഇനാമലിനെ ദ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനാമലിൻ്റെ കേടുവന്ന ഭാഗത്ത് എന്താണ് രൂപപ്പെടുന്നത്? ദ്വാരം രൂപപ്പെടുന്നുണ്ട്. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ പല്ല് എന്തായി പോവാണ്? അവിടെ ദ്വാരം വന്നില്ലേ, കേടായി പോവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നന്നായിട്ട് വായ കഴുകണം. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ കിടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നമ്മുടെ പല്ല് നല്ലവണ്ണം തേക്കണം, ബ്രഷ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് എന്ത് ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ദന്തക്ഷയം വരാതിരിക്കുള്ളൂ. ആരും മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ പേജ് നമ്പർ 86 ഒരു ഡോക്ടറും ഒരു കുട്ടിയും, ഒരു ദന്ത ഡോക്ടറും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ടീച്ചർ മലയാളത്തിൽ വായിക്കാം. ഓക്കെ, അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഡോക്ടർ പറയണം, ആഹാരം കഴിച്ച ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൻ്റെ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്.
ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നതെന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, കാൽസ്യം സംയുക്തമായ മാർബിള് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇനി കുട്ടി ചോദിക്കുകയാണ്, ഞാൻ രാത്രി പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറയാണ്, ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര വസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രി ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണത്തിന് ശേഷം വായ വൃത്തിയാക്കണം. അപ്പോൾ കുട്ടി പറയാണ്, കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും. കൂട്ടുകാരോടും വീട്ടുകാരോടും ഇവ തീർച്ചയായും ഞാൻ പങ്കുവയ്ക്കും. ഇതാണ് ഡോക്ടറും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം. ഈ കോൺവെർസേഷൻ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഡെന്റൽ കെയറിന് വേണ്ടിയിട്ട് വാട്ട് ഷുഡ് വി ഡു? നമ്മൾ ഡെന്റൽ കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ പല്ലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ചെയ്യാനാവും? ബ്രഷ് ദ ടീത്ത് 2 times every day. അതായത് എന്താണ്? നമ്മൾ രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഷുഗറി ഫുഡ്, അതായത് പഞ്ചസാര കലർന്ന അല്ലെങ്കിൽ മധുരമുള്ള ഫുഡുകൾ റെഡ്യൂസ് ചെയ്യുക. ദ ബ്രിസ്റ്റൽസ് ഓഫ് ദി ടൂത്ത് ബ്രഷ് ഷുഡ് ബി സ്മൂത്ത്, ഡോണ്ട് പ്രസ് ടു ഹാർഡ് ഓൺ ദ ടീത്ത് വൈൽ ബ്രഷിങ്. അതായത് എന്താണ് അതിൽ പറയുന്നത്? അതായത് പല്ല് തേക്കുമ്പോൾ അധികം അമർത്തി തേക്കരുത്. അതുപോലെ തന്നെ ബ്രഷിന്റെ ബ്രിസില് മയമുള്ളതായിരിക്കണം. അതിൻ്റെ ആ നാരുണ്ടല്ലോ, അത് നല്ല മയമുള്ള ഇതായിരിക്കണം എന്ന്. ഓക്കെ, ഡോണ്ട് പ്രസ് ടു ഹാർഡ് ഓൺ ദ ടീത്ത് വൈൽ ബ്രഷിങ്, അതായത് ബ്രഷ് ചെയ്യുമ്പോൾ നല്ലോണം അമർത്തി തേക്കരുതെന്ന്. യൂസ് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ്, അതായത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദി ബ്രഷ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് മൂവ് ദ ബ്രഷ് ഡൗൺവേർഡ്സ് ആൻഡ് അപ്പർ ടീത്ത് ആൻഡ് മൂവ് ദ ബ്രഷ് അപ്വേർഡ്സ് ഓൺ ദ ലോവർ ടീത്ത്. അതായത് പല്ല് തേക്കുന്ന രീതി, അതായത് ബ്രഷിന്റെ ചലനം പ്രധാനമാണെന്നാണ് പറയുന്നത്. മുകളിലത്തെ പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും, താഴത്തെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നെക്സ്റ്റ്, കൺസൾട്ട് എ ഡെന്റിസ്റ്റ് ആസ് സൂൺ ആസ് യു ഹാവ് ടൂത്ത് ഏക്ക്. ഏതെങ്കിലും പല്ലുവേദന ഉണ്ടെങ്കിൽ ദന്ത ഡോക്ടറെ നിർബന്ധമായിട്ട് കാണണം. ഇതാണ് നമ്മുടെ ദന്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. മനസ്സിലായോ? നെക്സ്റ്റ്, നമ്മുടെ ടങ്ക്, അതായത് നാക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡൈജഷനെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ദി ടങ് ഇൻ ഡൈജഷൻ. ഡൈജഷനിൽ നാവിൻ്റെ പങ്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുന്നൊന്ന് വായിച്ചിരുന്നു. എന്താണ്? നാവ് എല്ലാം കൂടിയിട്ട് ഹോൾഡ് ചെയ്യാം. നാവ് എന്തിനാണ്? നാവ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നാവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചുണ്ടാണ് നമ്മളെല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? നാവ് എന്തിനാണ്? നാവ് moves food in the mouth, helps to keep food between the teeth, helps to swallow food. അതായത് നമ്മുടെ ഫുഡിനെ കൂടിയിട്ട് പല്ലിൻ്റെ ഉള്ളിലേക്ക് രണ്ട് പല്ലുകളുടെ ബിറ്റ്വീനായിട്ട് എത്തിക്കാനും, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാലോ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം വിഴുങ്ങാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്? നാവ് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ് നാവിൻ്റെ ദഹന പ്രക്രിയയിലെ ഡൈജഷന് നാവിൻ്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ദി ടങ് ഇൻ ഡൈജഷൻ. മിക്സസ് ഫുഡ് വിത്ത് സലൈവ. സലൈവയായിട്ട് ഫുഡ് മിക്സ് ആക്കുന്നു. മൂവ്സ് ഫുഡ് ഇൻ ദ മൗത്ത്. മൗത്തിലേക്ക് ഫുഡ് എന്ത് ചെയ്യുന്നു? ആഹാരത്തെ വായുടെ ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റുന്നു. പിന്നെന്താ ചെയ്യുന്നത്? കീപ്സ് ഫുഡ് ബിറ്റ്വീൻ ദ ടീത്ത് ഫോർ ച്യൂവിങ്. ആഹാരത്തെ പല്ലുകളുടെ ഇടയിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഐഡന്റിഫൈ ദ ടേസ്റ്റ് ഓഫ് ദി ഫുഡ്. ആഹാരത്തിന്റെ രുചി മനസ്സിലാക്കി തരുന്നത് ആരാണ്? നാവാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഹെൽപ്സ് ടു സ്വാലോ ഫുഡ്. ആഹാരം വിഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? നാവ് ദഹന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഡൈജഷന് ചെയ്യുന്ന ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സലൈവ. സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉമിനീരാണ്, അല്ലേ? സലൈവ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? എന്തൊക്കെ ധർമ്മങ്ങളാണ് സലൈവ വഹിക്കുന്നത് അല്ലെങ്കിൽ ഉമിനീര് വഹിക്കുന്നത്? എന്താണ്? ദഹന പ്രക്രിയയിൽ ഉമിനീരിനും പ്രധാന പങ്കുണ്ട്. എന്താണത്?
നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? സലൈവറി ഗ്ലാൻസ്. ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സലൈവറി ഗ്ലാൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ ആർ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻസ്. 3 പെയർ സലൈവറി ഗ്ലാൻസ് ആണ് ഉള്ളത്. കണ്ടോ, ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾക്ക്? സലൈവറി ഗ്ലാൻസ് അല്ലേ, 3 എണ്ണാണ് ഉള്ളത്. ഓക്കെ, 3 പെയറാണ് ഉള്ളത്. ഓക്കെ, ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്. അതായത് ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് സലൈവ സഹായിക്കുന്നുണ്ട്. കീപ്സ് ഫുഡ് മോയിസ്റ്റ്, മേക്കിംഗ് ഇറ്റ് ഈസി ടു സ്വാലോ. അതായത് ഭക്ഷണങ്ങൾ കുറച്ചും കൂടി മോയിസ്റ്റ് ആയിട്ട് വെക്കാൻ, അതായത് കുറച്ചും കൂടി ഈർപ്പത്തോടു കൂടി വെക്കാൻ വേണ്ടിയിട്ട്, ആഹാരത്തിൻ്റെ നനവുള്ളതായിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാലോ ഫുഡ് നമുക്ക് വിഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സുഖമായിട്ട് വിഴുങ്ങാൻ സഹായിക്കുന്നു. ലൂബ്രിക്കേറ്റ്സ് ദ വാൾ ഓഫ് ദി മൗത്ത് ആൻഡ് ത്രോട്ട്. അതുപോലെ തന്നെ നമ്മുടെ മൗത്തും ത്രോട്ടും എന്ത് ചെയ്യുന്നു? ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. സലൈവ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ തൊണ്ടയൊക്കെ വരളാണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വായും മൗത്തൊക്കെ വരളാണ്ടിരിക്കുന്നത് കുറച്ച് ഈർപ്പത്തോട് ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് ആര് സഹായിക്കുന്നത്? സലൈവ സഹായിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ മൗത്തിലുള്ള ആഹാരം ഉമിനീരൊക്കെ ആയിട്ട് കലർന്നിട്ട് പല്ലും കൊണ്ടൊക്കെ ചവച്ചരച്ചിട്ട് നമ്മൾ സ്വാലോ ചെയ്തു, നമ്മൾ വിഴുങ്ങാൻ വേണ്ടി സഹായിച്ചു. വിഴുങ്ങി അത് പോണ ഭാഗമാണ് അന്നപഥത്തിലൂടെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ പോവാണ്. ഇനി ഡൈജസ്റ്റീവ് ട്രാക്കിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ ഏതൊക്കെ പാർട്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? മൗത്താണ്, നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ത്രോട്ടാണ്, തൊണ്ട. ദെൻ ഓയിസോഫേജസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, ആനസ്. ഏതൊക്കെയുള്ളത്? വായ, തൊണ്ട, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം. ഇതൊക്കെയാണ് അന്നപഥത്തിൻ്റെ ഭാഗങ്ങൾ, ഡൈജസ്റ്റീവ് ട്രാക്കിൻ്റെ ഭാഗങ്ങൾ, പാർട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഫസ്റ്റ് ഏത് നോക്കാൻ പോണത്? നമ്മുടെ അന്നനാളം അഥവാ എന്താണ്? ഓയിസോഫേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നമുക്ക് ഫുഡിൻ്റെ ജേണിയാണ് നമ്മൾ കാണുന്നത്. ഫുഡ് പോകുന്ന വഴികൾ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓയിസോഫേജസ് എന്ന് പറഞ്ഞാൽ അന്നനാളാണ്. അവിടെ എന്താണ്? ഫുഡ് ഇൻ ദ മൗത്ത് ഫസ്റ്റ് റീച്ചസ് ദ ഓയിസോഫേജസ്. അതായത് നമ്മുടെ ഫുഡ് മൗത്തിൽ നിന്ന് ഫസ്റ്റ് എങ്ങടെ പോണത്? ഓയിസോഫേജസ്, അന്നനാളത്തിലേക്കാണ് ഫുഡ് ഫസ്റ്റ് പോകുന്നത്. നമ്മൾ ആ മൗത്തിൽ നിന്ന് ആഹാരം വിഴുങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എങ്ങടെ പോണത്? ഓയിസോഫേജസ്, അന്നനാളത്തിലേക്കാണ് പോകുന്നത്. അന്നനാളത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഓയിസോഫേജസ്. ഓയിസോഫേജസ് ഈസ് ദ ട്യൂബ് ദാറ്റ് കണക്ട്സ് ദ മൗത്ത് ആൻഡ് ദ സ്റ്റൊമക്ക്. അതായത് ഓയിസോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, വായയെ നമ്മുടെ ആമാശയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് എന്ത് പറയുന്നത്? അന്നനാളം അല്ലെങ്കിൽ ഓയിസോഫേജസ് എന്ന് പറയുന്നത്. അപ്പോൾ മൗത്തും നമ്മുടെ വായ അതുപോലെ തന്നെ സ്റ്റൊമക്കും തമ്മിലുള്ള ഒരു കുഴലാണ് എന്ത്? ഓയിസോഫേജസ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് പേശികളാലാണ് അന്നനാളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മസിൽസ് കൊണ്ടാണ് നമ്മുടെ ഓയിസോഫേജസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ദ മസിൽസ് ഓഫ് ദി ഓയിസോഫേജസ് പ്രൊഡ്യൂസസ് എ വേവ് ലൈക്ക് മൂവ്മെന്റ്. അതായത് അന്നനാളത്തിലെ പേശികൾക്ക് തരംഗ രൂപത്തിലുള്ള ഒരു ചലനമുണ്ട്, വേവ് ലൈക്ക് മൂവ്മെന്റ് ആണുള്ളത്. ഇറ്റ് ഈസ് ദിസ് മൂവ്മെന്റ് ദാറ്റ് പുഷസ് ഫുഡ് ഫോർവേഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അതായത് നമ്മുടെ അന്നനാളത്തിലെ പേശികൾക്ക് ഒരു തരംഗ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു വേവ് ലൈക്ക് ഒരു ചലനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ചലനമാണ് ആഹാരത്തെ അല്ലെങ്കിൽ ഭക്ഷണത്തെ ആമാശയത്തിലേക്ക് തള്ളിവിടുന്നത്. ഒരു മൂവ്മെൻ്റാണത്, തരംഗ രൂപത്തിലുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മുടെ അന്നനാളത്തിലുള്ളത്. അതുകൊണ്ടാണ് ആഹാരം ആമാശയത്തിലേക്ക് തള്ളിവിടാൻ സഹായിക്കുന്ന ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്, അന്നനാളത്തിലുള്ള ഓയിസോഫേജസിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഓയിസോഫേജസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അത് ഒരു ട്യൂബാണ്. അത് നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റൊമക്കിലേക്കുള്ള ബന്ധിപ്പിച്ചിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബാണ്. അത് മസിൽസ് കൊണ്ടാണ് ഓയിസോഫേജസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഓയിസോഫേജസിൻ്റെ അവിടെ ആ മസിൽസ് എന്ന് പറയുന്ന ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫുഡിനെ ഇവിടേക്ക് സ്റ്റൊമക്കിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് അത് ആ മൂവ്മെൻറ്റ് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ,
ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ അന്നനാളത്തിലെ പേശികൾക്ക് ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ചലനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. പേശികളുടെ തുടർച്ചയായി സങ്കോചമാണ് എന്ത് പറയുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിസ്റ്റാൾസിസ് ഇസ് ദ സീരീസ് ഓഫ് മസിൽ കൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ. ഇതിനെയാണ് എന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ്. ദിസ് ഫോംസ് എ വേവ് ലൈക്ക് പാറ്റേൺ. ഇത് അതായത് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ്, കൺട്രാക്ട് ചെയ്യുന്നു റിലാക്സ് ചെയ്യുന്നു, ഇതിനെയാണ് പെരിസ്റ്റാൾസിസ്. അതൊരു വേവ് ലൈക്ക് പാറ്റേൺ അല്ലേ, ഒരു വേവ് ലൈക്ക് പാറ്റേൺ ആണ് ഇതിന്റെ ഫോം എന്ന് പറയുന്നത്. ദിസ് മൂവ്മെന്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ബൈ ദ ഫുഡ് മൂവ്സ് ഫോർവേഡ്. അതായത് ഈ തരംഗരൂപത്തിലുള്ള ഈ ചലനം, ഈ വേവ് ലൈക്ക് മൂവ്മെന്റ് നമ്മുടെ അന്നപഥത്തിൽ ഉടനീളം ഉണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്കിൽ ഉടനീളം ഇതുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണത്തെ ഫോർവേഡ് മുന്നോട്ട് നീക്കുന്നത്, ഭക്ഷണത്തെ അന്നപഥത്തിൽ നിന്ന് മുന്നോട്ട് നീക്കുന്നത്, അല്ലെങ്കിൽ അന്നപഥത്തിൽ നിന്ന് അങ്ങനെ മൂവ്മെന്റ് ഉള്ളത് ഫോർവേഡ് ചെയ്യുന്നത്, അതായത് മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്താണ്, ഈ വേവ് ലൈക്ക് മൂവ്, ഈ പെരിസ്റ്റാൾസിസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അന്നനാളത്തിൽ മാത്രമല്ല എന്നുള്ളത് പെരിസ്റ്റാൾസിസ് ഉള്ളത്, അത് കണ്ടിന്യൂസ് അങ്ങോട്ടുണ്ട്. കാരണം എന്താണ്, അതുകൊണ്ടാണല്ലേ ഫുഡ് മുന്നോട്ട് പോകുന്നത്. നാളത്തിൽ എന്ന് വെച്ചാൽ പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കില്ലേ, അപ്പോൾ അത് പെരിസ്റ്റാൾസിസ് ഉള്ളതുകൊണ്ടാണ് എന്ത്, ഫുഡ് നാളത്തിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്, അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് ഇൻ സ്റ്റൊമക്ക്. നെക്സ്റ്റ് എത്താൻ പോകുന്ന സ്ഥലമാണ് ഫുഡ് ഇൻ സ്റ്റൊമക്ക്. ഇനി സ്റ്റൊമക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആഫ്റ്റർ എ ലിറ്റിൽ ഡൈജഷൻ ഇൻ ദ മൗത്ത്, ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ത്രൂ ഓയിസോഫേജസ്. അതായത് നമ്മുടെ വായിൽ വെച്ച് ചെറിയ ചെറിയ ഡൈജഷൻ നടന്നതിന് ശേഷം ഫുഡ് എവിടേക്ക് എത്തുകയാണ്, ഓയിസോഫേജസിലൂടെ എവിടേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ സ്റ്റൊമക്കിലേക്ക്, നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഫുഡ് റിമെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ 4 to 5 hours. അതായത് നമ്മുടെ ഈ ഫുഡ് സ്റ്റൊമക്കിൽ എത്ര നേരം കിടക്കുന്നത്, 4 to 5 മണിക്കൂർ വരെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു മൗത്തിൽ നിന്ന് ഓയിസോഫേജസിലേക്ക് എത്തി, അവിടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ട് എവിടേക്ക് എത്തി, സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റൊമക്കിൽ വെച്ച് ഫുഡിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താവുന്നത്, ദ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ മിക്സസ് വിത്ത് ദ ഫുഡ്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ആമാശയ ഭിത്തിയിലെ സ്റ്റൊമക്ക് വാളിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആമാശയരസം ആഹാരത്തോട് കൂടി ചേരുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് വോളിലെ ഗ്ലാൻസ്, അതായത് അവിടുത്തെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന ആമാശയരസം എന്ന് പറയുന്നത്. അതെന്തായിട്ട് മിക്സ് ചെയ്യുന്നു, നമ്മുടെ ഫുഡായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, ദ ഫുഡ് ചേഞ്ചസ് to the form of a paste due to peristaltic movement of the stomach wall. അതായത് നമ്മുടെ ആമാശയഭിത്തിയിലെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരം എന്താകുന്നു, കുഴമ്പ് രൂപത്തിലാവുന്നു, പേസ്റ്റായിട്ട് മാറുന്നു. എന്തുകൊണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൊണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ഡൈജഷൻ. അത് നമ്മുടെ ആമാശയരസം എന്തിന് സഹായിക്കുന്നു, നമ്മുടെ ദഹന പ്രവർത്തനം സുഗമമാക്കാനാണ് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് സഹായിക്കുന്നത് കേട്ടോ. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ എന്തിനാ സഹായിക്കുന്നത്, ഇറ്റ് ഹെൽപ്സ് ഡൈജഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സ്റ്റൊമക്ക് വാൾ പ്രൊഡ്യൂസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ആമാശയത്തിൽ എന്താണ്, ഒരു മിനിറ്റ്, the stomach wall produces hydrochloric acid. ഈ സ്റ്റൊമക്ക് വാള് അല്ലെങ്കിൽ ആമാശയ ഭിത്തി ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ആസിഡ് കിൽസ് പാത്തോജൻസ് ആൻഡ് ഹെൽപ്സ് ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്. അതായത് ഈ ആസിഡ് എന്ത് ചെയ്യുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ മാംസ്യത്തിൻ്റെ ദഹനത്തെ, അതായത് പ്രോട്ടീൻസിൻ്റെ ഡൈജഷനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിനെ കില്ല് ചെയ്യാനും സഹായിക്കുന്ന, പാത്തോജൻസിനെ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ മാംസ്യത്തിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദിസ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് മൂവ്സ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി ദഹിച്ചിട്ടുള്ള ഈ ഫുഡ് എന്ത് ചെയ്യാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇവിടുന്ന് സ്റ്റൊമക്കിൽ നിന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റൊമക്ക് വോളിൽ ഗ്രന്ഥികളുണ്ട്, ഗ്ലാൻസ് ഉണ്ട്. ആ ഗ്ലാൻസിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ ഫുഡായിട്ട് ആദ്യം മിക്സ് ആവുന്നു. നെക്സ്റ്റ് ഈ ഫുഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിലൂടെ ഒരു പേസ്റ്റായിട്ട്, സ്റ്റൊമക്ക് വോളിൽ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൂടെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് മാറുന്നു. അപ്പോൾ പിന്നീട് നമ്മുടെ സ്റ്റൊമക്ക് വാൾ അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അതിൽ നമ്മുടെ ഫുഡിൽ, അതായത് ഈ രോഗാണുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻസ്, മാംസ്യത്തിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് സഹായിക്കുന്ന വേറൊരു ജ്യൂസാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്, ആമാശയ രസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഈ ആമാശയ രസമൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ദഹന പ്രവർത്തനം അല്ലെങ്കിൽ ഡൈജഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് എങ്ങോട്ടാണ് പോകുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫുഡ് ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെത്തിയ ഫുഡ് ഇനി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കണക്ട്സ് ടു ദ സ്റ്റൊമക്ക് ടു ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനായിട്ട് ചെറുകുടൽ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ചെറുകുടൽ, അത് ആമാശയത്തെയും വൻകുടലിനെയും തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട്. ചെറുകുടൽ ആമാശയത്തെയും അതുപോലെ തന്നെ വൻകുടലിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗമാണ് ഇത് ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഈസ് 5 to 6 meters ലോങ്. ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്ര മീറ്ററാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? 5 മുതൽ 6 മീറ്റർ വരെ എന്തുണ്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ നീളം എന്ന് പറയുന്നത്. ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത് എവിടെ വെച്ചിട്ടാണ്? അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആര് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്കും അതുപോലെ തന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ വെച്ചിട്ടാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ 5 to 6 meters ലോങ് ഉണ്ട്. അതുപോലെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അഥവാ ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ? ഇനി ചെറുകുടലിൽ വെച്ചിട്ട് എന്താണ് നടക്കുന്ന പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ മിക്സസ് വിത്ത് ദ ഫുഡ്. The pancreatic juice produced by the pancreas mixes with the food. These juices act upon the food and completes the digestion. അതായത് നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും അതുപോലെ തന്നെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് നമ്മുടെ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ചെറുകുടലിലെ ദഹനഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ ആഹാരമായിട്ട് പ്രവർത്തിച്ചിട്ട് ദഹനം പൂർത്തിയാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ മിക്സസ് വിത്ത് ഫുഡ്. ദ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ് മിക്സസ് വിത്ത് ദ ഫുഡ്. ദീസ് ജ്യൂസസ് ആക്ട് അപ്പോൺ ദ ഫുഡ് ആൻഡ് കംപ്ലീറ്റ്സ് ദ ഡൈജഷൻ. ഇതൊക്കെയാണ് ഡൈജഷന് സഹായിക്കുന്ന കാര്യങ്ങൾ. അവിടെ എന്തൊക്കെയാണ്? ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈല്, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ദഹനരസങ്ങളൊക്കെ കൂടിയിട്ട് എന്താണ്? ഡൈജഷൻ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. എല്ലാതും കൂടി ഫുഡായിട്ട് മിക്സായിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടല്ലേ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നടക്കുന്ന പ്രവർത്തനം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? നമ്മൾ ന്യൂട്രീഷൻ്റെ 5 ഘട്ടങ്ങൾ പറഞ്ഞില്ലേ, 5 സ്റ്റേജസ് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ് ന്യൂട്രീഷൻ്റെ 5 സ്റ്റേജസ്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻജഷൻ, നെക്സ്റ്റ് ഡൈജഷൻ, ദെൻ നെക്സ്റ്റ് ഇൻജക്ഷനും ഡൈജഷനും നമ്മൾ പഠിച്ചു. ഡൈജഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താണ് പഠിക്കുന്നത്? അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗീരണം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗീരണം. ഓക്കെ, ഇനി നമുക്ക് ആഗീരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, by digestion, nutrients are separated from the food. These nutrients are absorbed into the blood in the small intestine. There are
the projections like fingers in the wall of the small intestine. These projections are called villi. Nutrients go into the villi. This is the third stage of digestion called absorption. അതായത് ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദഹനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു അടുത്ത ഘട്ടമാണ് എന്താ ആഗിരണം എന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനഫലമായിട്ടുണ്ടാകുന്ന പോഷകഘടകങ്ങൾ എവിടേക്ക് പോകുന്നത്? രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ വിരലുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട്. ഇവയെ എന്താണ് പറയുന്നത്? വില്ലസുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വില്ലസുകളിലേക്ക് പോഷകഘടകങ്ങൾ കടക്കുന്നു. ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആഗിരണം എന്ന് പറയുന്നത്. അപ്പം ഈ പോഷകഘടകങ്ങളൊക്കെ വില്ലസിലേക്ക് കടക്കുന്നതാണ് ആഗിരണത്തിലൂടെ, അതായത് വലിച്ചെടുക്കുകയാണ്. ഈ ബ്ലഡ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ദഹനഫലമായി ഉണ്ടാകുന്ന പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു പറയുന്നില്ലേ? അത് തന്നെ, അതായത് ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ വിരലുകൾ പോലെ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തെ അതിനെയാണ് വില്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്ലസിലേക്കാണ് ഈ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമായ ആഗിരണം അഥവാ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അസിമിലേഷൻ അഥവാ സ്വാംശീകരണം. നെക്സ്റ്റ് ഘട്ടമാണ് എന്താ? അസിമിലേഷൻ അഥവാ സ്വാംശീകരണം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. The nutrients that reach the blood become part of the body and are used for different purposes. This is called assimilation. അതായത് രക്തത്തിൽ എത്തിച്ചേർന്ന പോഷകഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാറ്റപ്പെടുകയും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തിലേക്ക് ആഗിരണത്തിൻ്റെ ഫലമായിട്ട് രക്തത്തിലേക്ക് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെട്ടു. എന്നിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് എത്തുകയും അത് അതിൻ്റെ പല വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്, അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് എൻറ്റേഴ്സ് ദ സെൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് എനർജി. അതായത് ഗ്ലൂക്കോസ് കോശങ്ങളിൽ കടന്നതിന് ശേഷം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസൊക്കെ പോഷകഘടകങ്ങളാണ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് കടന്നതിന് ശേഷം എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? എനർജി അല്ലെങ്കിൽ ഊർജ്ജമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. Okay, nutrients called amino acids are used to make proteins and to build new cells. അതായത് അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് അമിനോ ആസിഡുകൾ എന്ന പോഷകഘടകങ്ങൾ മാംസ്യ നിർമ്മാണത്തിനും അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു. അപ്പം നമ്മുടെ ഫുഡിലൂടെ കുറേയധികം പോഷകഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. അതൊക്കെ എന്താണ്? ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ആഗിരണം ചെയ്യപ്പെട്ടിട്ട് അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിട്ട് അത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. കോശങ്ങളിൽ കടന്നതിന് ശേഷം എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അമിനോ ആസിഡ് പോലത്തെ ഉള്ള പോഷകഘടകങ്ങൾ എന്താ ചെയ്യുന്നത്? മാംസ്യ നിർമ്മാണത്തിന് ഇതുപോലെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് എന്ത്? ഇജഷൻ അഥവാ എന്താണ്? വിസർജനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇജഷൻ അഥവാ വിസർജനം എന്ന് പറയുന്നത്. എന്താണ് ഇജഷൻ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് the residues in the food after absorption are sent out of the body. അതായത് പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷം അവശേഷിക്കുന്ന വസ്തുക്കൾ, റെസിഡ്യൂസ് ഉണ്ട്, അവശേഷിക്കുന്ന വസ്തുക്കൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? വിസർജനം എന്ന് പറയുന്നത്. മനസ്സിലായോ? The process of digestion എങ്ങനെയാണെന്ന് നോക്കാം. After absorption of nutrients, the remaining part of the food moves into the large intestine. അതായത് അബ്സോർപ്ഷന് ശേഷം അവശേഷിക്കുന്ന വസ്തുക്കൾ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വൻകുടലിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇജഷൻ്റെ സ്റ്റെപ്പ്. ഇനി പാർട്സ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകൾ നമുക്ക് നോക്കാം. ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഹാസ് 3 പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഫസ്റ്റ് പാർട്ട് ഓൺ ദ റൈറ്റ് സൈഡ്, ദ പാർട്ട് അക്രോസ് ദ അപ്പർ അബ്ഡോമൻ ആൻഡ് പാർട്ട് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതായത്
നമ്മൾ പറഞ്ഞില്ലേ, അവശേഷിക്കുന്ന വസ്തുക്കൾ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് കിടക്കുന്നു. വൻകുടലിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന്? ഫസ്റ്റത്തെ ഏതാണ്? വൻകുടലിന് മുകളിലേക്കും താഴേക്കും തിരശ്ചീനമായിട്ടുമുള്ള ഭാഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ വൻകുടലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഏതാണ്? ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി റെക്റ്റം എന്നാണ് പറയുക. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റെക്റ്റമാണ്. അതായത് വൻകുടലിൻ്റെ അവസാനത്തെ ഭാഗമാണ് മലാശയം. ദ ഓപ്പണിംഗ് ഓഫ് ദി റെക്റ്റം ഈസ് ആസ് ദ ആനസ്. അതായത് മലാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് എന്ത്? മലദ്വാരം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ വൻകുടലിൻ്റെ ഘടന ഇതാണ്. വൻകുടലിന് മുകളിലേക്കും താഴേക്കും തിരശ്ചീനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. വൻകുടലിൻ്റെ അവസാന ഭാഗത്താണ് മലാശയം ഉള്ളത്. മലാശയം പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗമാണ് ഇത് മലദ്വാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൻകുടലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ വാൾസ് ഓഫ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ദ വാട്ടർ ആൻഡ് സം സോൾട്സ് ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്. ദെൻ ദ വേസ്റ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം ഫോർ സം ടൈം. ഫ്രം ദർ ഇറ്റ് ഈസ് എക്സ്പെൽഡ് ത്രൂ ദ ആനസ്. അതായത് വൻകുടലിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദഹനാവശിഷ്ടങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ജലവും ലവണങ്ങളും വൻകുടലിൻ്റെ ഭിത്തിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മനസ്സിലായി? ദഹനാവശിഷ്ടങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ജലവും ലവണങ്ങളും വൻകുടലിൻ്റെ ഭിത്തിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അവശിഷ്ടങ്ങൾ മലാശയത്തിൽ സംഭരിക്കപ്പെടുന്നു. നമ്മുടെ മലാശയത്തിൽ അവശിഷ്ടങ്ങളൊക്കെ സംഭരിക്കപ്പെടുന്നു. ഈ മലാശയത്തിൽ നിന്നും മലദ്വാരത്തിലൂടെ വിസർജിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? വേസ്റ്റുകളൊക്കെ എവിടേക്കാണ്? നമ്മുടെ ആനസിൽ കൂടെ എക്സ്പെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റേജസ് ഏതൊക്കെയാണ്? ന്യൂട്രീഷൻ്റെ അല്ലെങ്കിൽ പോഷണത്തിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഈജഷൻ ആണ്. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതുക. ആദ്യം ഫസ്റ്റ് ഇൻജഷൻ, ദെൻ ഡൈജഷൻ, ദെൻ അബ്സോർപ്ഷൻ, ദെൻ അസിമിലേഷൻ, ദെൻ ഈജഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ ഒരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് നെയിംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലേബിൾഡ് പാർട്ട്. ഇവിടെ ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള കുറേ അടയാളപ്പെടുത്തിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇത് പാർട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ A എന്ന് പറഞ്ഞ പാർട്ട് ഏതാണ്, അതിൻ്റെ ഫങ്ഷൻ ഏതാണ്? B എന്ന് പറഞ്ഞ പാർട്ട് ഏതാണ്, ഫങ്ഷൻ ഏതാണ്? അപ്പോൾ അതുപോലെ F വരെയുള്ള പാർട്ടുകൾ എഴുതുക, അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റത്തെ ഏതാണ്? A കാണിച്ചിട്ടുള്ളത് മൗത്താണ്. മൗത്ത് എന്താ ചെയ്യുന്നത്? റിസീവ്സ് ഫുഡ്, ച്യൂസ് ഓർ മാസ്റ്റിക്കേറ്റ്സ്, ഡൈജഷൻ ബിഗിൻസ്, സ്വാലോസ്. അതായത് ഫുഡ് റിസീവ് ചെയ്യുന്നു, അത് ച്യൂ ചെയ്യുന്നു, പിന്നെ ഡൈജഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വാലോസ് വിഴുങ്ങുന്നു. ദെൻ ഓയിസോഫേജസ് എന്ന് പറഞ്ഞാൽ അന്നനാളം. എന്താ അവിടെ ഉണ്ടാവുന്നത്? ക്യാരീസ് ഫുഡ് ഫ്രം ദ മൗത്ത് ടു ദ സ്റ്റൊമക്കിലേക്ക് ഫുഡിനെ ക്യാരി ചെയ്യുന്നു. എവിടേക്ക്? ഫുഡിനെ എവിടുന്ന്? സ്റ്റൊമക്കിലേക്ക്, മൗത്തിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ക്യാരി ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റൊമക്കിലാണ് എന്താണ്? ഡൈജഷൻ കണ്ടിന്യൂസ്, ഡൈജഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. സെൻഡ് ഫുഡ് ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അവിടേക്കാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡിനെ സെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. D എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അവിടെ ഏതാണ്? ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടേക്സ് പ്ലേസ്, ദ റിമൈനിങ് സബ്സ്റ്റൻസ് ആർ സെൻഡ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതായത് അവിടെ ഡൈജഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് എന്ത് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. അവിടെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള റിമൈനിങ് വേസ്റ്റ് അല്ലെങ്കിൽ റിമൈനിങ് സബ്സ്റ്റൻസസ് ഒക്കെ എവിടേക്കാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് ഏത്? E എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ E എന്ന് പറയുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ അവിടെ എന്താണ് നടക്കുന്നത്? വാട്ടർ ആൻഡ് സോൾട്സ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്. അതായത് ഡൈജസ്റ്റീവ് വേസ്റ്റിലെ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സോൾട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടേക്കാണ്? ബാക്കിയുള്ള അതിൻ്റെ ഭിത്തിയിലേക്ക്, ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭിത്തിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. റിമൈനിങ് സബ്സ്റ്റൻസ് എവിടേക്കാണ്? റെക്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് F എന്ന് പറയുന്നത് ഏതാണ്? റെക്റ്റാണ്. റെക്റ്റം എന്താണ്? കീപ്സ് ദ വേസ്റ്റ് ഫോർ സം ടൈം. അവിടെ വേസ്റ്റ് കുറച്ച് നേരം റെക്റ്റത്തിൽ കീപ്പ് ചെയ്യുന്നു. സെൻഡ് ഔട്ട് ദ വേസ്റ്റ് ആസ് നീഡഡ് ത്രൂ ദ ആനസ്. ആനസിൽ കൂടെ പുറന്തള്ളപ്പെടുന്നു. വേസ്റ്റ് ആനസിൽ കൂടെ പുറന്തള്ളപ്പെടുന്നു. അതാണ് F എന്ന് പറയുന്ന റെക്റ്റം എന്ന് പറയുന്ന ഭാഗം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചേക്കാം കേട്ടോ. എളുപ്പമാണ്. മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. എല്ലാവരും പഠിച്ചേക്കുവേ.
ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ്, അതായത് മറ്റ് ജീവികളിൽ, മറ്റ് ഓർഗാനിസംസിൽ എങ്ങനെയാണ് ഈ പോഷണം നടക്കുന്ന രീതി എന്ന് നമുക്ക് നോക്കാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ എന്ന് പറയുന്ന ജീവിയിൽ എങ്ങനെയാണ് നടക്കുന്നത്. അമീബ ഈസ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം. അമീബ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്, അതായത് ഏകകോശ ജീവിയാണ്. ദർ ആർ പ്രൊജക്ഷൻസ് ദാറ്റ് ഗ്രോ ഔട്ട് ഓഫ് ദി സെൽ മെംബ്രെയിൻ കവറിംഗ് ദ അമീബ. ദീസ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് സിയൂഡോപോഡിയ. അതായത് അതിൻ്റെ ശരീരത്തിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല എന്ന് നമുക്കറിയാം അല്ലേ. ഈ അമീബയുടെ ശരീരത്തിൽ അമീബേനെ നമ്മൾ കണ്ടിട്ടില്ലേ. അമീബയുടെ ശരീരം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അതിൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു ഷേപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു ജീവിയാണ് അല്ലേ. ഒരു ഏകകോശ ജീവിയാണ്. ഓക്കെ, അപ്പോൾ there are projections that grow out of the cell membrane covering the amoeba. ഈ അമീബേനെ മൂടുന്ന കോശസ്തരത്തിൽ നിന്ന് വളരുന്ന കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് ഈ പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അമീബേനെ പൊതിഞ്ഞിട്ട് കുറച്ച് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ഈ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫുഡ് ഓഫ് അമീബ? അമീബയുടെ ഫുഡ് എന്തൊക്കെയാണ്? ബാക്ടീരിയ, ആൽഗെ, ഓർഗാനിക് സബ്സ്റ്റൻസസ്, പ്ലാന്റ് സെൽസ്, ഇതൊക്കെയാണ് അമീബയുടെ ഫുഡ്. ഇനി അമീബയുടെ ഫുഡിൻ്റെ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ന്യൂട്രീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഡൈജഷൻ അല്ല, ന്യൂട്രീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫുഡ് പാർട്ടിക്കിൾസ് എത്തുന്നുണ്ട്, ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇഞ്ചക്ഷൻ, ഇതൊക്കെ നടക്കുന്നുണ്ട് അമീബയ്ക്കും. അവരുടെ എങ്ങനെയാണെന്ന് നോക്കാം. ഫുഡ് പാർട്ടിക്കിൾസ് നിയർ ദ അമീബ. സ്യൂഡോപോഡിയ ഗ്രോ അറൗണ്ട് ദ ഫുഡ് പാർട്ടിക്കിൾസ്. വെൻ ദേ ഫ്യൂസ് ടുഗെദർ ദ ഫുഡ് വിൽ ബി ഇൻസൈഡ് ദ അമീബ. അതായത് അമീബയുടെ അടുത്തേക്ക് ആരെത്താണ്? ഫുഡ് പാർട്ടിക്കിൾസ് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അമീബയുടെ അടുത്തേക്ക് ആരെത്താണ്? ഫുഡ് പാർട്ടിക്കിൾസ് എത്താണ്. എന്നിട്ട് ആഹാരത്തിന് ചുറ്റും എന്താണ്? ഒരു സ്യൂഡോപോഡിയ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ആഹാരത്തിന് ചുറ്റും ഇങ്ങനെ വളരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അമീബയുടെ ശരീരത്തിൽ നിന്നും ഒരു സ്യൂഡോപോഡിയ ഇങ്ങനെ ആഹാരത്തിന് ചുറ്റും വളരുകയാണ് ചെയ്യുന്നത്. വെൻ ദേ ഫ്യൂസ് ടുഗെദർ ദ ഫുഡ് വിൽ ബി ഇൻസൈഡ് ദ അമീബ. അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, കൂട്ടിമുട്ടി കഴിയുമ്പോൾ, ഈ കപടപാദങ്ങൾ എന്താ പറയുക, ആഹാരമായിട്ട് കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഈ ആഹാരം എവിടേക്ക് പോവാണ്? അമീബയുടെ ഉള്ളിലേക്ക് ആവാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? ഡൈജസ്റ്റീവ് കെമിക്കൽസ് ഇൻസൈഡ് ദ അമീബ ആക്ട് അപ്പോൺ ദ ഫുഡ് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. അതായത് അമീബയുടെ ഉള്ളിലെ കോശദ്രവ്യത്തിലുള്ള രാസാഗ്നികൾ ആഹാരത്തിൻ്റെ മേലെ പ്രവർത്തിച്ച് അതിനെ ദഹിപ്പിക്കുന്നു. അതാണ് ഡൈജഷൻ നടക്കുന്നത്. ദ ന്യൂട്രിയൻസ് ഫോംഡ് ബൈ ദ ഡൈജഷൻ ജോയിൻ ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ അമീബ. അതായത് ദഹിച്ചിട്ടുണ്ടാവുന്ന ഈ ലഘുപോഷണങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിൽ കലരുന്നുണ്ട്. ഓക്കെ, ഈ കോശദ്രവ്യത്തിൽ സൈറ്റോപ്ലാസത്തിൽ ഒരു ഫ്ലൂയിഡ് ഡൈജഷൻ്റെ ഇപ്പോൾ ഒരു ന്യൂട്രിയൻസ് ഫോംഡ് ബൈ ദ ഡൈജഷൻ ജോയിൻ ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ അമീബ. അതായത് അമീബയുടെ ഉള്ളിലെ കോശദ്രവ്യത്തിലുള്ള രാസാഗ്നികൾ ആഹാരത്തിന്മേൽ പ്രവർത്തിപ്പിച്ചിട്ട് അതിനെ ദഹിപ്പിക്കുന്നു. ഓക്കെ, എന്നിട്ട് ദഹിച്ചിട്ടുണ്ടാവുന്ന ഈ ലഘുപോഷണങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിൽ കലരുന്നു. ഓക്കെ, അമീബ യൂസസ് ദ ന്യൂട്രിയൻസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എനർജി, ഗ്രോത്ത് ആൻഡ് റിഫോർമേഷൻ ഓഫ് ന്യൂ അമീബ. അതായത് ഈ അമീബയുടെ ഈ പോഷകങ്ങളുണ്ടല്ലോ, ഈ പോഷകങ്ങൾ ഊർജോൽപാദനം, വളർച്ച, പുതിയ അമീബയുടെ ഉൽപാദനം എന്നിവയ്ക്കായിട്ട് ഈ പോഷകങ്ങളെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ഡൈജസ്റ്റീവ് വേസ്റ്റ് ജോയിൻ ടുഗെദർ ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ഗോ ഔട്ട് ഓഫ് ദി ബ്രേക്കിംഗ് ദ സെൽ മെംബ്രെയിൻ. അതായത് ഇവിടെ എന്താ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ ജഷൻ നടക്കുന്നത്? എങ്ങനെയാണ്? കോശദ്രവ്യത്തിലെ അവശിഷ്ടങ്ങൾ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ഇവ കോശത്തിൻ്റെ ആവരണത്തിൽ എന്തുണ്ടാകുന്നു? കോശത്തിലെ ആവരണത്തിലുണ്ടാവുന്ന വിടവിലൂടെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് അമീബയിൽ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം ആഹാരപദാർത്ഥം അല്ലെങ്കിൽ ഫുഡ് അമീബയുടെ കോശത്തിനടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് ആഹാരത്തിന് ചുറ്റും അല്ലെങ്കിൽ ഫുഡിന് ചുറ്റും ഒരു സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ഷൻസ് വളരുന്നു. എന്നിട്ട് ഈ പ്രൊജക്ഷൻസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തമ്മിലൊരു എന്താ പറയുക, അതിനെ
ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഹാരം എവിടേക്ക് കിടക്കുന്നു, അമീബയുടെ ഉള്ളിലേക്ക് കിടക്കുന്നു. എന്നിട്ട് അത് കോശദ്രവ്യത്തിലെ കുറേ രാസാഗ്നികളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് അതിനെ ആ ഫുഡിനെ ദഹിപ്പിക്കുന്നു. ദഹിച്ചിട്ടുണ്ടാകുന്ന ഈ പോഷകങ്ങൾ എവിടേക്ക് കോശദ്രവ്യത്തിലേക്ക് കലരുന്നു. എന്നിട്ട് ഈ പോഷകങ്ങൾ എന്തിനൊക്കെയാണ് അമീബേനെ സഹായിക്കുന്നത്? ഊർജ്ജോൽപാദനം, അതുപോലെ തന്നെ വളർച്ച, പിന്നെ പുതിയ അമീബയുടെ ഉൽപാദനം എന്നിവയ്ക്കായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നു. എന്നിട്ട് കോശദ്രവ്യത്തിലാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ ഒരുമിച്ച് കൂടുക. എന്നിട്ട് ഈ അവശിഷ്ടങ്ങളൊക്കെ കോശത്തിൽ ആവരണത്തിൽ ഉണ്ടാകുന്ന ഒരു വിടവിലൂടെ അതിനെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് അമീബയുടെ ശരീരത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അമീബയുടെ പോഷണം നടക്കുന്ന രീതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ജീവികളുടെ ദഹന വ്യവസ്ഥകൾ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുമായിട്ടുള്ള താരതമ്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ സം അനിമൽസ്, കമ്പാരിസൺ വിത്ത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഏതൊക്കെയാണ്? ഹെൻ, ക്യാറ്റ്, കവ്. ഇത് വെച്ചിട്ടൊന്ന് നമ്മളോട് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹെന്നിൻ്റെ എങ്ങനെയാണ്? അതായത് ഹെൻ എന്ന് പറയുന്നത്, ഹെന്നിൻ്റെ കാര്യം നമുക്ക് നോക്കാം. There is a similarity in the matter of having small intestine, large intestine. When each part is considered, there are differences. അതായത് ചെറുകുടല്, വൻകുടല് എന്നിവയുണ്ട് എന്ന കാര്യത്തിൽ സാമ്യമുണ്ട് കോഴിയായിട്ട്, ഇല്ലേ? ഓരോ ഭാഗവും എടുത്തു നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഓരോ ഭാഗം എടുത്തു നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. എന്നാൽ കോഴിക്ക് എന്തുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ട്, നമുക്കും ഉണ്ട്, അല്ലേ? ഇനി നമ്മുടെ പൂച്ചയുടെ നോക്കി നോക്കാം, ക്യാറ്റിൻ്റെ. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ച്യൂവിങ്. ക്യാറ്റ്സ് ഡു നോട്ട് ച്യൂ ആസ് മച്ച് ആസ് ഹ്യൂമൻസ് ഡു. അതായത് ഹ്യൂമൻസ് എത്രത്തോളം ചവച്ചരയ്ക്കുന്ന പോലെയൊന്നും ആരും ചെയ്യില്ല, നമ്മുടെ പൂച്ച ചെയ്യില്ല. ദ ലെങ്ത് ഓഫ് ദി ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻ ക്യാറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹ്യൂമൻസ്. ഓക്കെ, അതായത് എന്താ പറയുക, പൂച്ചയുടെ അന്നപഥത്തിൻ്റെ നീളം മനുഷ്യൻ്റെ ഇതിനേക്കാൾ കുറവാണ്. അന്നപഥത്തിൻ്റെ നീളം മനുഷ്യൻ്റെ ഇതിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. ഇൻ ദ ക്യാറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് ദി ടീത്ത് ഈസ് സ്യൂട്ടഡ് ഫോർ കാർണിവോഴ്സ്. അതായത് ക്യാറ്റിൻ്റെ ടീത്ത് എന്ന് പറയുന്നത് കാർണിവോഴ്സിൻ്റെ ടീത്തിനോട് സാമ്യമുള്ളതാണ്. ഹ്യൂമൻ ടീത്ത് ആർ ഡിഫറെൻറ്റ്. ഹ്യൂമൻ്റെ ടീത്ത് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്. ക്യാറ്റ്സ് ക്യാൻ ബി മൂവ് ദ ജോസ് അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഓൺലി. ഹ്യൂമൻസ് ക്യാൻ മൂവ് ദ ജോസ് സൈഡ് വേസ് ഓൾസോ. അതായത് ക്യാറ്റിൻ്റെ പൂച്ചയുടെ പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരികൾക്ക് യോജിച്ചൊരു പല്ലുകളാണ്. മനുഷ്യൻ്റെ പല്ലുകൾ പൂച്ചയുടെ പോലെയല്ല. പൂച്ചയുടെ താടിയെല്ലുകൾക്ക് മുകളിലോട്ടും താഴേക്കുമുള്ള ചലനം മാത്രമാണുള്ളത്. മനുഷ്യനെങ്ങനെയാണ്? വശങ്ങളിലേക്കുള്ള താടിയെല്ലുകൾ വശങ്ങളിലേക്കും ചലിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് പൂച്ചയുടെയും മനുഷ്യൻ്റെയും തമ്മിലുള്ള ഇതിൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് എന്താണ്? പശുവാണ്. പശുവിൻ്റെ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻസ് ആൻഡ് കൗസ് ആർ വെരി മച്ച് ഡിഫറെൻറ്റ്. അതായത് ഹ്യൂമണിൻ്റെയും കൗവിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെയധികം വ്യത്യാസമുള്ളതാണ്. ദ സ്റ്റൊമക്ക് ഓഫ് ദി കൗ ഹാസ് 4 ചേമ്പേഴ്സ്. അതായത് പശുവിൻ്റെ ആമാശയത്തിന് 4 അറകളാണ് ഉള്ളത്. മനസ്സിലായോ? ഹ്യൂമൻ സ്റ്റൊമക്ക് ഹാസ് ഓൺലി 1 ചേമ്പർ. ഹ്യൂമൻ സ്റ്റൊമക്ക് എത്ര ചേമ്പർ ഉണ്ട്? ഒരേ ഒരു ചേമ്പർ മാത്രമേ ഉള്ളൂ. കൗസ് ക്യാൻ ഡൈജസ്റ്റ് സെല്ലുലോസ് ബട്ട് ഹ്യൂമൻസ് ക്യാനോട്ട്. അതായത് പശുവിന് സെല്ലുലോസ് ദഹിപ്പിക്കാൻ സാധിക്കും, എന്നാൽ മനുഷ്യന് സാധിക്കില്ല. ഓക്കെ, കൗസ് ആൻഡ് ഹ്യൂമൻസ് ആർ വെരി ഡിഫറെൻറ്റ് ഇൻ ഡെന്റൽ സ്ട്രക്ചർ. അതായത് പശുവിൻ്റെയും മനുഷ്യൻ്റെയും പല്ലുകളുടെ ഘടന വളരെയധികം വ്യത്യാസമാണ്. സോ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയും അതുപോലെ മറ്റ് ജീവികളുടെ ദഹന വ്യവസ്ഥയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് പഠിച്ചേക്കാട്ടോ. ഓരോന്നും ചിലപ്പോൾ ചോദിക്കും. ഓരോ ജീവിയായിട്ട് മനുഷ്യൻ്റെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം മറ്റ് ഓർഗാനിസത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം തമ്മിലുള്ള താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചേക്കാട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ്. അതായത് ശ്വസനം ജീവികളിൽ. ഒബ്സർവ് ദ പിക്ചർ. വൈ ആർ വി അണേബിൾ ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദ വാട്ടർ ലൈക്ക് ഫിഷ്? അതായത് ഇവിടുത്തെ ചോദ്യം ശരിക്കും ഒരു നല്ല ചോദ്യമാണ് അല്ലേ? അതായത് ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? എന്താണ് കാരണം? ഫിഷസ് ഹാവ് ഗിൽസ് ബൈ വിച്ച് ദേ ക്യാൻ അബ്സോർബ് ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതായത് മത്സ്യത്തിന് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കാൻ
പാകത്തിലുള്ള ശകുലങ്ങളുണ്ട്. അവർക്ക് ഗിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതായത് അതിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഫിഷസിൻ്റെ ഗിൽസിനുണ്ട്. ഫിഷസിൽ ഉള്ള ഗിൽസ്, അവർക്ക് ഗിൽസാണ് അവരെ സഹായിക്കുന്നത്. ഹ്യൂമൻസ് ഹാവ് നോ സച്ച് ഓർഗൻ. ഹ്യൂമണിന് അതുപോലത്തെ ഒരു ഓർഗൻ ഇല്ല. സോ ഇഫ് we want to remain underwater for long time, we have to take oxygen cylinder with us. അതായത് മനുഷ്യന് അതിനുതകുന്ന അവയവമില്ല. അതിനാൽ വെള്ളത്തിൽ അധിക സമയം മുങ്ങിക്കിടക്കണമെങ്കിൽ മനുഷ്യന് എന്ത് വേണം? മനുഷ്യന് ഓക്സിജൻ നിറച്ചൊരു സിലിണ്ടർ കൂടെ കൊണ്ടുപോയാൽ മാത്രമാണ് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഫിഷസിന് എന്തുണ്ട്? അവർക്ക് ഗിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലൂടെയാണ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജൻ അവർക്ക് ശ്വസിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നത്, മനുഷ്യന് പറ്റാത്തതും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഹ്യൂമൻ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസനം മനുഷ്യനുള്ള ശ്വസനം എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഉച്ഛ്വാസവും നിശ്വാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. അതായത് ഉച്ഛ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹലേഷൻ എന്ന് പറയും, ഉച്ഛ്വാസം. ഓക്കെ, ഇൻഹലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. അതായത് എന്താണ്? വായു ശ്വാസകോശങ്ങളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അഥവാ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. എക്സ്ഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ഹലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദ ലങ്സ് ടു ഔട്ട്സൈഡ്. അതായത് വായു ശ്വാസകോശങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം. നിശ്വസിക്കുക, പുറത്തേക്ക് കളയുക. നിശ്വസിക്കുക, എക്സ്ഹേൽ ചെയ്യുക, പുറത്തേക്ക് കളയുക. ഓക്കെ, ഇൻഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് എടുക്കുക, എക്സ്ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് കൺസ്ട്രക്ട് എ മോഡൽ ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ഓഫ് ദി ലങ്സ്. ദാറ്റ് ഈസ് ഹൗ ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ടേക്സ് പ്ലേസ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ, ലങ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഒരു നിർമ്മാണ രീതി, ഒരു കൺസ്ട്രക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ നിർമ്മാണ രീതി വായിച്ച് നോക്കിയിട്ട് നിങ്ങളതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, വൈറ്റ് ട്യൂബ്, സ്മോൾ ബലൂൺ, സ്ട്രിങ്, ബിഗ് ബലൂൺ, റബ്ബർ ബാൻഡ്, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അത് വെച്ചിട്ട് നിങ്ങളോട് എന്തുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ദ സ്ട്രിങ് അറ്റാച്ച്ഡ് ടു ദ ലാർജ് ബലൂൺ ഈസ് പുൾഡ് ഡൗൺ, ദ 2 small balloons inside the bottle begins to expand. Why? അതായത് ചരട് പിടിച്ച് വലിയ ബലൂൺ താഴേക്ക് വലിച്ചപ്പോൾ കുപ്പിക്കകത്തെ 2 ബലൂണുകളും വികസിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ ഉണ്ടാവണേ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഈ ആൻസറായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ നോട്ട് നിങ്ങൾ എഴുതുക, നിങ്ങളുടെ നിഗമനങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, ഈ ആൻസർ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം എനിക്കത് കാണിക്കാൻ ഇതില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വൈ ഡു ദ സ്മോൾ ബലൂൺ ഷ്രിങ്ക് വെൻ ദ സ്ട്രിങ് അറ്റാച്ച്ഡ് ടു ദ ലാർജ് ബലൂൺ റിലീസ്ഡ്? അതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരട് വിടുമ്പോൾ കുപ്പിക്കകത്ത് ബലൂണുകൾ സങ്കോചിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതും നിങ്ങൾ നോക്കിയിട്ട് വർക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്തിൻ്റെ ആൻസർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം പറയുന്ന പോലെ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈസ് ഇൻ ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ മോഡൽ യു ഹാവ് മെയ്ഡ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ലങ്സ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയൊരു മാതൃക അതായത് നിശ്വാസവും ഉച്ഛ്വാസവും ഒക്കെ നടക്കുന്ന ഒരു പ്രവർത്തനം കാണിക്കുന്ന ഒരു മാതൃക നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് മനുഷ്യ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും സാമ്യമുണ്ടോ? അതായത് ഹ്യൂമൻ ലങ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ സ്പേസ് ഇൻസൈഡ് ദ ചെസ്റ്റ് കോൾഡ് തൊറാസിക് ക്യാവിറ്റി. അതായത്
മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നെഞ്ചിനകത്തെ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണെന്ത് ഔരസാശയം എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, നമ്മുടെ ഇതിനെയാണെന്ത് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഹ്യൂമൻ ലങ്സ് സ്ഥിതി ചെയ്യുന്നത്. ദ സ്പേസ് ബിലോ ദ തൊറാസിക് ക്യാവിറ്റി ഈസ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അതായത് ഈ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ താഴെയുള്ള അറയാണ് ഔരാശയം എന്ന് പറയുന്നത്. ഓക്കെ, ഔരസാശയത്തിന് താഴെയുള്ള അറയാണ് ഔരാശയം എന്ന് പറയുന്നത്. ഒരാശയല്ല, ഉദരാശയം എന്ന് പറയുന്നത്. ഔരസാശയത്തിന് താഴെയുള്ള അറയാണ് ഉദരസാശയം എന്ന് പറയുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ദ സ്പേസ് ബിലോ ദ തൊറാസിക് ക്യാവിറ്റി ഈസ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഡയഫ്രം ഈസ് ദ മസ്കുലർ വാൾ സെപ്പറേറ്റിംഗ് ദീസ് ടു ക്യാവിറ്റീസ്. അതായത് ഡയഫ്രം എന്ന് പറയുന്നത് ഔരസാശയത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് എന്ത് പറയുന്നത്, ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് എന്ത് പറയുന്നത്, ഡയഫ്രം എന്ന് പറയുന്നത്. Okay, diaphragm is the muscular wall separating these two cavities. There are two lungs in the thoracic cavity. അതായത് ഔരസാശയത്തിൽ 2 ശ്വാസകോശങ്ങളുണ്ട്. ഔരസാശയത്തിൽ എത്ര ശ്വാസകോശങ്ങളുണ്ട്? There are 2 lungs in the thoracic cavity. Okay, the lungs are connected to the atmosphere by the trachea. അതായത് ശ്വാസകോശങ്ങൾ അന്തരീക്ഷവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ശ്വാസനാളം മുഖേനയാണ്. ഓക്കെ, trachea എന്ന് പറയും. ഓക്കെ, the trachea opens into the lungs, not into the thoracic cavity. അതായത് ഈ trachea എന്ന് പറയുന്നത് ശ്വാസനാളം തുറന്നിരിക്കുന്നത് ശ്വാസകോശങ്ങളിലേക്കാണ്. ഓക്കെ, ഔരസാശയത്തിലേക്കല്ല, ശ്വാസകോശങ്ങളിലേക്കാണ് ഈ ശ്വാസനാളം അല്ലെങ്കിൽ trachea തുറന്നിരിക്കുന്നത്. The volume of the thoracic cavity increases or decreases by the action of diaphragm and the muscles attached to the ribs. അതായത് ഔരസാശയത്തിൻ്റെ വലിപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഡയഫ്രത്തിൻ്റെയും അതുപോലെ തന്നെ വാരിയെല്ലുകൾക്കിടയിലുള്ള പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് ദ വോളിയം ഓഫ് thoracic cavity increases or decreases by the action of diaphragm and the muscles attached to the ribs. ഈ ഡയഫ്രത്തിൻ്റെ അതുപോലെ തന്നെ മസിൽസ് റിബ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസിൻ്റെ ഒക്കെ ആക്ഷൻ കൊണ്ടാണ് thoracic cavity ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതുമാണ് പറയുന്നത്. When the diaphragm moves down, the volume of the thoracic cavity increases. The diaphragm എന്ത് ചെയ്യണം? diaphragm moves down. diaphragm താഴുമ്പോൾ ഔരസാശയ വ്യാപ്തം കൂടുന്നു. ഔരസാശയ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം, thoracic cavityയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. The diaphragm moves up. അതായത് മുകളിലേക്ക് ഉയരുമ്പോൾ, ഡയഫ്രം ഉയരുമ്പോൾ എന്താ ചെയ്യുന്നത്? ദ വോളിയം ഓഫ് thoracic cavity decreases. thoracic cavityയുടെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്താ ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ സയൻസ് ഡയറി. അതായത് ഈ ചിത്രങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് താഴെയുള്ള ആൻസറുകൾ, ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ? വെൻ ഡസ് ദ thoracic cavity increase the volume during the inhalation or exhalation? അതായത് ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ ഔരസാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച്, അത് വെച്ചിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ദ ഡയഫ്രം contracts and flattens, then the volume of the thoracic cavity increases, then the pressure in the thoracic cavity decreases, then the air from the atmosphere rushes into the lungs through the nostrils and the trachea. This is inhalation. The diaphragm relaxes and moves up into the thoracic cavity, then the volume of the thoracic cavity decreases and the pressure in it increases. This pressure presses the lungs. The air go out of the lungs through the trachea and the nostrils. This is exhalation. അതായത് ഇതിൽ ഇത്രേ പറയണുള്ളൂ. നമ്മുടെ ഡയഫ്രം താഴുമ്പോൾ
ഉച്ഛ്വാസം നടക്കുന്നുണ്ട്. ഡയഫ്രം താഴുമ്പോഴാണ് ഉച്ഛ്വാസം നടക്കുന്നത്. ഡയഫ്രം ചുരുങ്ങുമ്പോൾ അതിൻ്റെ വളവ് അല്പം നിവരുന്നു. അപ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂടി വരികയും മർദ്ദം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വായു പുറമേ നിന്നും നാസ്വാധാരങ്ങളിലൂടെയും ശ്വാസനാളങ്ങളിലൂടെയും ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, മനസ്സിലായോ? ഡയഫ്രം ഉയരുമ്പോൾ നിശ്വാസം നടക്കുന്നു. ഡയഫ്രം താഴുമ്പോഴാണ് ഉച്ഛ്വാസം നടക്കുന്നത്. ഡയഫ്രം ഉയരുമ്പോൾ നിശ്വാസം നടക്കുന്നത്. അതായത് ഡയഫ്രം അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത്. അത് മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടുന്നു. ഈ മർദ്ദം എന്താണ്? ശ്വാസകോശങ്ങളെ അമർത്തുമ്പോൾ വായു ശ്വാസകോശങ്ങളിൽ നിന്ന് ശ്വാസനാളം വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഡയഫ്രം താഴുമ്പോൾ എന്താ നടക്കുന്നത്? ഉച്ഛ്വാസം നടക്കുകയാണ്, ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയഫ്രം ചുരുങ്ങുന്നു, അതിൻ്റെ വളവ് അല്പം നിവരുന്നു. അപ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂടുകയും മർദ്ദം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വായു പുറമേ നിന്നും നാസാദ്വാരങ്ങളിലൂടെയൊക്കെ എവിടേക്കാണ്? ശ്വാസനാളത്തിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ, ഡയഫ്രം താഴുമ്പോൾ. ഡയഫ്രം ഉയർന്നു നിൽക്കുമ്പോൾ നിശ്വാസം നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്? ഡയഫ്രം വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടുന്നു. ഓക്കെ, അപ്പോൾ മർദ്ദം ശ്വാസകോശങ്ങളെ അമർത്തുമ്പോൾ വായു ശ്വാസകോശങ്ങളിൽ നിന്ന് ശ്വാസനാളം വഴി പുറത്തേക്ക് പോകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? നിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പഠിക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. അതായത് ശ്വസന പദം എന്ന് പറയും. എയർ എൻറ്ററിങ് ത്രൂ ദ നോസ്ട്രിൽസ് റീച്ചസ് ആൽവിയോളൈ ഓഫ് ദി ലങ്സ്. റെസ്പിറേറ്ററി ട്രാക്റ്റ് ഈസ് ദ എയർ പാസേജ് ഫ്രം നോസ്ട്രിൽസ് ടു ലങ്സ്. അതായത് നാസ്വാധാരങ്ങളിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറകളിലേക്ക് എത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസന പദം എന്ന് പറയുന്നത്. അപ്പോൾ നാസ്വാധാരങ്ങളിലൂടെ അകത്ത് കിടക്കുന്ന വായു, ഈ എയർ നോസ്ട്രിൽസിൽ കൂടെ അകത്തേക്ക് കിടക്കുന്നു. എന്നിട്ട് ആൽവിയോളൈ ഓഫ് ദി ലങ്സിൻ്റെ അതായത് ശ്വാസകോശങ്ങളിൽ ഈ വായു അറകളിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ദിസ് ഈസ് എയർ പാസേജ് ഫ്രം ദ നോസ്ട്രിൽ ടു ലങ്സ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? അതായത് വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ്. അതായത് നാസ്വാധാരങ്ങളിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറകളിലേക്ക് എത്തുന്നു. ഈ വായുവിൻ്റെ സഞ്ചാരപാതയാണ് എന്ന് പറയുന്നത് ശ്വസന പദം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? നോസ്ട്രിൽസ് ആണ്. ദെൻ ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വാസനാളാണ്. ദെൻ ബ്രോങ്കി എന്ന് പറഞ്ഞാൽ ശ്വസനികൾ എന്ന് പറയും. ദെൻ ബ്രോങ്കിയോൾസ് എന്ന് പറയും, ശ്വസനികകൾ എന്ന് പറയും. നെക്സ്റ്റ് ആണ് ആൽവിയോൾസ്, അതായത് വായുറകൾ. ആൽവിയോൾസ് ശ്വാസകോശത്തിലെ വായുറകളിലേക്ക് എത്തുന്നു. നാസാദ്വാരങ്ങളിലൂടെ വായുറകളിലേക്ക് എത്തുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നാസ്വാധാരങ്ങളിലൂടെ എവിടേക്ക് എത്തുന്നതാണ്? നാസ്വാധാരങ്ങളിലൂടെ അതായത് ശ്വാസകോശങ്ങളിലെ വായുകറകളിലേക്ക് എത്തുന്ന ഈ ഒരു വായുവിൻ്റെ സഞ്ചാരപാതയാണ് എന്തെന്ന് പറയുന്നത്? ശ്വസന പദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഈസ് ദ പാസേജ് ഓഫ് എയർ ത്രൂ ദ റെസ്പിറേറ്ററി ട്രാക്ട് മെയ്ഡ് പോസിബിൾ. അതായത് ശ്വസന പദത്തിലൂടെ വായുവിൻ്റെ സഞ്ചാരം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ശ്വസന പദത്തിലൂടെ വായുവിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇൻഹലേഷനാണ്, ഉച്ഛ്വസിക്കുകയാണ് അല്ലേ. The diaphragm contracts and flattens slightly, rib cage lift upwards. ഫസ്റ്റ് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഫ്രം ചുരുങ്ങിയിട്ട് വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ്റെ കൂട് ഉയരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? The volume of the thoracic cavity increases, the lungs expand. അപ്പോൾ അതോടുകൂടി ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, മർദ്ദം കുറയുന്നു, ശ്വാസകോശം വികസിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ടു ദ ലങ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വായു എവിടേക്ക് എത്തുകയാണ്? ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ്. ഇത്രയും പ്രവർത്തനമാണ് ഉച്ഛ്വാസത്തിലൂടെ നടക്കുന്നത്. നെക്സ്റ്റ് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ the diaphragm returns to the previous state and the rib cage moves down. അതായത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുകയാണ് ചെയ്യുന്നത്, വാരിയെല്ലിൻ്റെ കൂട് താഴുന്നു.
ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ദ വോളിയം ഓഫ് ദി തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ദ ലങ്സ് കൺട്രാക്ട്. അതായത് ഔരസാശയത്തിൻ്റെ വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടുന്നു, ശ്വാസകോശം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വായു ഇടയ്ക്ക് പുറത്തേക്ക് പോവുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, നിശ്വാസം അഥവാ എക്സ്ഹലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഇൻഹലേഷനിലൂടെ എന്ത് വരെയാണ്, നമ്മുടെ വായു ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കിടക്കുമ്പോൾ എന്താണ് വരുന്നത്, ഉച്ഛ്വാസത്തിലൂടെ കിടക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങുകയാണ്. അതായത് ഡയഫ്രം ചുരുങ്ങിയിട്ട് വളവൽപ്പം നിവരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാരിയലിൻ്റെ കൂട് ഉയരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ എന്താ പറയുക, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം വ്യാപ്തി വർദ്ധിക്കുന്നു. അപ്പോൾ മർദ്ദം കുറയുന്നു, ശ്വാസകോശം വികസിക്കുന്നു. എന്നിട്ട് വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ഡയഫ്രം വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുന്നു, വാരിയലിൻ്റെ കൂടെ താഴുന്നു. പിന്നെ ഒരു സാക്ഷ്യത്തിന്, അതായത് തൊറാസിക് ക്യാവിറ്റിയുടെ വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. വീണ്ടും എന്താ ചെയ്യുന്നത്, ശ്വാസകോശത്തിൽ നിന്ന് വായു എവിടേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ, ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സ്ഹേൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കമ്പോണൻറ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട് എന്നതിൻ്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ എത്രയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്, നൈട്രജൻ എത്രയാണ്, മോയ്സ്ചർ എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓക്സിജൻ എത്ര പെർസെൻറ്റേജാണ് ഇൻഹേൽ ചെയ്യുന്നത്, 21% ഇൻഹേൽ ചെയ്യുമ്പോൾ 15% എക്സ്ഹേൽ ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 0.04% ഇൻഹേൽ ചെയ്യുന്നു, 4% എക്സ്ഹേൽ ചെയ്യുന്നു. അതുപോലെ നൈട്രജൻ ആണെങ്കിൽ 78% ഇൻഹേൽ ചെയ്ത് 78% എക്സ്ഹേൽ ചെയ്യാൻ ചെയ്യുന്നത്. മോയ്സ്ചർ ആണെങ്കിൽ 0.96 ഇൻഹേൽ ചെയ്യുന്നു, 3 എക്സ്ഹേൽ ചെയ്യുന്നു. വിച്ച് ആർ ദ കമ്പോണൻറ്റ്സ് ദാറ്റ് ആർ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടേബിൾ നോക്കിയിട്ട്. ഓക്കെ, വിച്ച് ആർ ദ കമ്പോണൻറ്റ്സ് ദാറ്റ് ആർ ഹയർ ലെവൽ ഇൻ ദ എക്സ്ഹേൽഡ് എയർ. അതായത് ഉച്ഛ്വാസവായുവിലെയും അല്ലെങ്കിൽ ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ചിട്ട് നിശ്വാസവായുവിൽ കൂടിയ അളവുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ മോയ്സ്ചറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് കമ്പോണൻറ്റ് ഈസ് അറ്റ് ലോവർ ലെവൽ ഇൻ ദ എക്സ്ഹേൽഡ് എയർ. എക്സ്ഹേൽഡ് എയറിൽ ലോവർ ലെവലിൽ കാണിക്കുന്ന ഒരു കമ്പോണൻറ്റ് ഏതാണ്, ഓക്സിജനാണ്. വിച്ച് ഗ്യാസ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ അസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. അതായത് നമ്മൾ റെസ്പിറേഷൻ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജനാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസിഡൻസ് ഓഫ് ഫുഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ ട്രക്കിയ. അതായത് നമ്മുടെ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇൻ സച്ച് കേസസ് ഓഫ് ചോക്കിംഗ് ഓൺ ഫുഡ് ഓർ ബ്രസ്റ്റ് മിൽക്ക്. അതായത് ഈ ഫുഡ് തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മുലപ്പാലൊക്കെ ശ്വാസനാളത്തിൽ കുടുങ്ങുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. If the food is stuck in the trachea, that person should be asked to cough forcefully. With the force of cough, the food will be ejected. അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് നന്നായിട്ട് ശക്തിയായിട്ട് ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. അപ്പോൾ ചുമയുടെ ശക്തിയിൽ ആഹാര വസ്തുക്കൾ പുറന്തള്ളപ്പെടും. നെക്സ്റ്റ് ആണ്, ആസ് ഷോൺ ഇൻ ദ പിക്ചർ, കീപ് ദ പേഴ്സൺ ഹൂ ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഇൻ എ സ്ലൈറ്റ്ലി ബെൻഡ് പൊസിഷൻ. വിത്ത് ബോത്ത് ഹാൻഡ്സ് പ്രസ് ഫേംലി ഓൺ ദ അഫക്റ്റഡ് പേഴ്സൺ സ്റ്റൊമക്ക് ഫ്രം ബിഹൈൻഡ്. ഇഫ് നെസസറി റിപ്പീറ്റ് ദ പ്രോസസ് ഫോർ എ ഫ്യൂ മോർ ടൈംസ്. അതായത് ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ച് നിർത്തിയിട്ട് പിറകിലായിട്ട് നിന്നിട്ട് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ട ആളുടെ വയറ്റിൽ ശക്തമായിട്ട് അമർത്തുക. ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ അഫക്റ്റഡ് പേഴ്സൺ ഈസ് എ ബേബി, പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ യുവർ forearm as shown in the picture. Your arm should be resting on your thigh. With the palm of your other hand, give the child forceful blows between the shoulder blades. Provide medical attention if necessary. അതായത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കുട്ടീനെ കമത്തി പിടിച്ചിട്ട് തോളുകൾക്കിടയിലായിട്ട് ശക്തിയായിട്ട് തട്ടണം. അവരെ
ബാക്കിൽ തലയുടെ തൊട്ട് താഴെയായിട്ട് തോളുകളുടെ അടിയിലായിട്ട് ശക്തിയായിട്ട് തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ശ്വസനങ്ങളിലെ വൈവിധ്യം, അതായത് ഡൈവേഴ്സിറ്റി ഇൻ ബ്രീത്തിങ്. ഓക്കെ, റെസ്പിറേഷൻ ഹാസ് ടു ടേക്സ് പ്ലേസ് ഇൻ ഓൾ ഓർഗാനിസംസ്. റെസ്പിറേഷൻ എല്ലാ ഓർഗാനിസത്തിലും എന്ത് നടക്കുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓൾ ഓർഗാനിസംസ് നീഡ് എനർജി ഫോർ ദർ ലൈഫ് ആക്ടിവിറ്റീസ്. അതായത് എല്ലാ ഓർഗാനിസംസിനും എനർജി ആവശ്യമാണ്. അവരുടെ ലൈഫ് ആക്ടിവിറ്റീസിന് എന്താ ആവശ്യമാണ്? അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. ബട്ട് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ ഈസ് നോട്ട് സിമിലർ ഇൻ ഓൾ ഓർഗാനിസംസ്. അതായത് വ്യത്യസ്ത ജീവികളിൽ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടമായ വാതക വിനിമയം നടക്കുന്നത് വ്യത്യസ്ത രീതികളിലൂടെയാണ്. എല്ലാവർക്കും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓർഗാനിസത്തിൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ജീവികൾക്കും. അതുകൊണ്ട് അവർക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്നിരുന്നാലും വ്യത്യസ്ത ജീവികളുടെ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടമായി വാതക വിനിമയം നടക്കുന്നത് വ്യത്യസ്ത രീതികളിലൂടെ തന്നെയാണെന്നാണ് പറയുന്നത്. Okay, exchange of gases is intake of oxygen from the surroundings and elimination of excess carbon dioxide from the body into the atmosphere. അതായത് ചുറ്റുപാടിൽ നിന്നും ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ സ്വീകരിക്കുക, ശരീരത്തിൽ അധികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് കളയുക എന്നീ പ്രവർത്തനങ്ങൾ ചേർന്നതാണ് എന്ത് വാതക വിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഓക്സിജൻ വിച്ച് ഈസ് റിസീവ്ഡ് ആക്ട് അപ്പോൺ ഗ്ലൂക്കോസ് ഇൻ ദ സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. എനർജി പ്രൊഡക്ഷൻ ഈസ് ദ ഫൈനൽ എയിം ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നു. അതായത് ഊർജ്ജോൽപാദനം എന്ന് പറയുന്നത് സ്വീകരിച്ച ഓക്സിജനും ശരീരത്തിലുള്ള ഗ്ലൂക്കോസും ചേർന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ശ്വാസനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേഷൻ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്താണ്? എനർജി പ്രൊഡക്ഷനാണ്. ഓക്കെ, എല്ലാ ജീവികളിലും ഇന്ന് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഓരോ ജീവികളിലും അത് വ്യത്യസ്ത രീതികളിലാണ്, സിമിലർ ആയിരിക്കില്ല. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ അത് വ്യത്യസ്ത രീതികളിലാണ് എല്ലാ ഓർഗാനിസത്തിലും എന്ത് നടക്കുന്നുണ്ട്? ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, എല്ലാവരുടെയും എന്താ പറയുക, എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ എയിം എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷനാണ്. ഓക്കെ, അതുമാത്രമല്ല, എന്താണ് ഈ വാതക വിനിമയം എന്ന് പറയുന്നത്? ചുറ്റുപാടിൽ നിന്ന് ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ സ്വീകരിക്കുക, പിന്നെ ശരീരത്തിനുള്ളിൽ അധികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക, ഇതൊക്കെയാണ് വാതക വിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വീകരിച്ച ഓക്സിജനും ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ചേർന്നിട്ട് എന്താണ്? ഊർജ്ജം അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ പറയുന്നതാണ്, അതാണ് എന്തെന്ന് പറയുന്നത്? ശ്വസനത്തിൽ അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പാരമീസിയം എന്ന ജീവിയിലെ വാതകവിനിമയം എങ്ങനെ നടക്കണമെന്ന് നോക്കാം. പാരമീസിയം എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് എന്തെന്ന് പറയുന്നത്? പാരമീസിയം എന്ന് പറഞ്ഞിട്ടുള്ള ജീവി. ഓക്കെ, ദർ ഈസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ. വാട്ടറിൽ എന്തുണ്ട്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു ജീവിയാണ് എന്ത്? പാരമീസിയം ഏകകോശ ജീവിയാണ്. അപ്പോൾ ഇവയിൽ വാതകവിനിമയം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവയുടെ ജലത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള ജലത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജനെ ഈ പാരമീസിയം അവയുടെ കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത്. ഓക്കെ, Paramecium is a unicellular organism living in water. There is a dissolved oxygen in water. This oxygen goes into the cytoplasm of paramecium through the cell membrane. The carbon dioxide formed in the cell goes out into the water through the cell membrane. അതായത് പാരമീസിയം എന്ന് പറഞ്ഞ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ കലർന്നിട്ടുള്ള ഓക്സിജൻ സൈറ്റോപ്ലാസത്തിലേക്ക് പാരമീസിയത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. ഏതിൽ കൂടെ? സെൽ മെംബ്രെയിനിൽ കൂടെ. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ സെൽ മെംബ്രെയിനിൽ കൂടെ എന്ത് ചെയ്യുന്നു? വാട്ടറിലേക്ക് പുറത്തേക്ക് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. പാരമീസിയത്തിൽ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? വാതകവിനിമയം നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷനിൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും എങ്ങനെയാണ്, ഏത് പാർട്ടിക്കൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കും. എർത്ത് വേവിൻ്റെ എങ്ങനെയാണ്? മോയിസ്റ്റ് സ്കിന്നാണ് അതിൻ്റെ റെസ്പിറേഷൻ നടക്കുന്ന പാർട്ട്. ഫിഷിനാണെങ്കിൽ ഗിൽസ് ആണ്, ഫ്രോഗ് ആണെങ്കിൽ ലങ്സ് ആണ്,
അതായത് വൈൽ ഓൺ ലാൻഡ് ആണെങ്കിൽ ലങ്സ്, മോയിസ്റ്റ് സ്കിൻ ആണെങ്കിൽ അണ്ടർ വാട്ടറിലാണെങ്കിൽ മോയിസ്റ്റ് സ്കിന്നാണ് അതിൻ്റെ റെസ്പിറേഷൻ നടക്കുന്നത്. സ്പൈഡർ ആണെങ്കിൽ ബുക്ക് ലങ്സ് എന്ന് പറയും. അതിൽ കൂടെയൊക്കെയാണ് ഈ ഇത്തരം ജീവികളിൽ റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസംസ് റിസീവ് ഓക്സിജൻ ഫ്രം ദർ എൻവയോൺമെന്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അതായത് ചുറ്റുപാടിൽ നിന്നും ജീവികൾ പരിസരത്ത് നിന്നും ചുറ്റുപാടിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് ശ്വസനം അഥവാ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റ ഈസ് എ ഫൈൻ പോസ് ഫൗണ്ട് ഇൻ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെം ദാറ്റ് ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അതായത് ഈ ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലൊക്കെ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് അവരുടെ വാതക വിനിമയം നടക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഈ റെസ്പിറേഷൻ പ്ലാന്റ്സ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് ടേക്ക് ഇൻ ഡ്യൂറിങ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ സമയത്ത് പ്ലാന്റ്സ് ടേക്ക് ചെയ്യുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. നെയിം ഓഫ് ദി ഗ്യാസ് റിലീസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഡ്യൂറിങ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ കൂടെ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വേർ ഡസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്? എവിടെ വെച്ചിട്ടാണ് ഈ റെസ്പിറേഷൻ നടക്കുന്നത്? ത്രൂ സ്മോൾ പോസ് കോൾഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയിൽ വെച്ചിട്ടാണ് ഈ ഒരു വാതക വിനിമയം നടക്കുന്നത്. സ്റ്റൊമാറ്റ ആർ ഫൗണ്ട് ഓൺ ദ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെംസ്. ഈ ലീവ്സിലും ടെൻഡർ സ്റ്റെംസിലാണ് ഇവിടെ എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞാൽ അത് വിലയിരുത്താന്ന് പറഞ്ഞുള്ള ഭാഗമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്? ഇതിൽ ഏത് കോമ്പിനേഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ്? സി ആണ് ഓപ്ഷൻ. മാൻ, ഹെൻ, മങ്കി, പീക്കോക്ക് അതെല്ലാം ഒംനിവോഴ്സ് ആണ്. ഗോട്ട്, ഹോഴ്സ്, ക്രോ, പീജിയൻ, ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരാണ്? ക്രോ എന്ന് പറയുന്നത് ഒരു എന്താണ് ഇതാണ് എന്ത് ജീവിയാണ്? ഒംനിവോറാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ഹെർബിവോഴ്സാണ്. ലെപ്പേർഡ്, വൾച്ചർ, എലിഫൻറ്റ്, ലിസാർഡ്, കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ എലിഫൻ്റ് എന്താണ്? അതിൽ ഹെർബിവോറാണ്. അപ്പോൾ അതും തെറ്റായിട്ടുള്ളത്. അപ്പോൾ സി ആണ് ഒംനിവോർ. മാൻ, ഹെൻ, മങ്കി, പീക്കോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റ്? ഇവിടെ വെച്ചിട്ടാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രിക്കോഷണറി സ്റ്റെപ്പ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ടൂത്ത് ഡിക്കേ? ടൂത്ത് ഡിക്കേക്ക് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷണറി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? യു മസ്റ്റ് ക്ലീൻ അവർ ടീത്ത് എവറി ഡേ. അവോയ്ഡ് ഈറ്റിംഗ് ഷുഗറി ഫുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് കമ്പയർ ദ ഡെന്റിഷൻ ഓഫ് ദി 6-year-old ചൈൽഡ് ആൻഡ് ദാറ്റ് ഓഫ് ദി അഡൾട്ട്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയായിട്ട് ഒരാളുടെയും പല്ലുകളുടെ വ്യത്യാസം താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചൈൽഡ് ഹൂ ഈസ് 6 years old ഹാസ് 20 ടീത്ത് ഉണ്ടാവും. ബട്ട് ആൻ അഡൾട്ട് ഹാസ് 32 ടീത്ത്. ദ ചൈൽഡ്സ് മിൽക്ക് ടീത്ത് സ്റ്റാർട്ട് ഷെഡിങ് ഓഫ് ആഫ്റ്റർ 6 years of age. Then the child gets permanent teeth. In adults, permanent teeth are not shed off. If some reason permanent teeth are lost, new teeth will not grow in their place. Next question. A person is lying down and eating food. Do you think the food will be reach in the stomach? Why? അതായത് ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയത്തിൽ എത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ദ ഫുഡ് വിൽ ബി റീച്ച് ഇൻ ഹിസ് സ്റ്റൊമക്ക്. ഇറ്റ് ഈസ് ബിക്കോസ് പെരിസ്റ്റാൾസിസ് ഇൻ ദ ഓയിസോഫേജസ് വിൽ പുഷ് ദ ഫുഡ് ഫോർവേഡ് ഇൻ ടു ദ പേഴ്സൺ സ്റ്റൊമക്ക്. അതായത് ഫുഡ് സ്റ്റൊമക്കിലെത്തും, ആമാശയത്തിലെത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസ്റ്റാൾസിസ് എവിടെയുണ്ട്? പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എവിടെയുണ്ട്? നമ്മുടെ അന്നനാളത്തിലുണ്ട്, ഓയിസോഫേജസിലുണ്ട്. അതെന്ത് ചെയ്യുന്നു? അവിടെ ഫുഡിനെ മുമ്പിലേക്ക് മുന്നോട്ട് ചലിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എവിടേക്ക് എത്തും? സ്റ്റൊമക്കിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ. Please subscribe our channel.
like, share, comment, and also enable the bell button to get the recent notifications.